ശ്രീമദ് ഭാഗവതത്തിലെ 8ാമത്തെ സ്കന്ധത്തിലെ അമൃതമഥനം, പാലാഴി മഥനം എന്ന കഥാഭാഗമാണ് ഇന്ന് അനുസ്മരിക്കേണ്ട വിഷയം. ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ വിഷയം എന്താണെന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ചെയ്യുന്നത് വേദത്തിന്റെ അർത്ഥത്തെ വലുതാക്കി കാണിക്കലാണ്. കഥകളിലൂടെയും ഉപകഥകളിലൂടെയും ഒക്കെ വേദത്തിന്റെ അർത്ഥം എന്താണോ, വേദം എന്താണോ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്, അതിനെ കഥകളിലൂടെയും ഉപകഥകളിലൂടെയും വലുതാക്കി കാണിക്കുക, നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വലുതാക്കി കാണിക്കലാണ് എല്ലാ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പ്രധാന വിഷയം. ശ്രീമദ് ഭാഗവതത്തിന്റെയും വിഷയം ഈ വേദത്തിന്റെ അർത്ഥവിചിന്തനം തന്നെയാണ്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം എന്നുള്ള ഈ പുരാണം കേവലം കഥകളുടെ സമാഹാരമല്ല, അതോടൊപ്പം 10 അനുക്രമങ്ങളായ വിഷയങ്ങളെ കൂടിയാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. അത്ര സർഗോ വിസർഗശ്ച ദാനം പോഷണം ഭൂതയഃ മന്വന്തരേശാനുഗത നിരോധോ മുക്തിരാശ്രയ എന്നിങ്ങനെ 10 വിഷയങ്ങളെയാണ് ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങളിലായി ധാരാളം കഥകളിലൂടെയും ഉപകഥകളിലൂടെയും ഒക്കെ നമ്മുടെ മുമ്പിൽ വലുതാക്കി അവതരിപ്പിക്കുന്നത്. അതിലെ 8ാമത്തെ സ്കന്ധം മന്വന്തരം എന്ന വിഷയത്തെയാണ് പ്രധാനമായും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിലെ ആദ്യത്തെ കഥ ഗജേന്ദ്രമോക്ഷം എന്ന ആനയുടെ രൂപത്തില് ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് അനുഭവിച്ച കഷ്ടതകളും അദ്ദേഹത്തിന് ഭഗവാന്റെ തൃക്കൈ കൊണ്ട് മോക്ഷം ലഭിച്ചതുമായ കഥയാണ് ആദ്യം അവതരിപ്പിച്ചത്. സ്വയംഭൂമനുവിന്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പരീക്ഷത്തിന്, ശ്രോതാവായ പരീക്ഷത്തിന് വീണ്ടും വീണ്ടും കഥകളൊക്കെ കേൾക്കാൻ ആകാംക്ഷ തോന്നി. എന്തിനാണ് ഈ മനുക്കളുടെ കഥകളൊക്കെ ശ്രീ ശുഖബ്രഹ്മർഷി ഇത്ര വിസ്തരിച്ച് പറഞ്ഞത്? പരീക്ഷത്തിന്റെ കാലം വരെ 6 മനുക്കള് കഴിഞ്ഞുപോയി. ഈ 6 മനുക്കളുടെയും കാലത്ത് സംഭവിച്ച കഥകളാണ് മന്വന്തരം എന്ന വിഷയത്തിലൂടെ ശ്രീ ശുഖബ്രഹ്മർഷി അവതരിപ്പിക്കുന്നത്. ഈ മന്വന്തരം എന്ന വിഷയത്തിന് സദ്ധർമ്മചരിതം എന്നുകൂടി ഒരു പേര് പറയാറുണ്ട്. സത്തുക്കളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന്, സജ്ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് ധർമ്മം അനുഷ്ഠിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ സ്വയംഭൂമനുവിന്റെ കാലം കഴിഞ്ഞപ്പോ പിന്നീടുണ്ടായ മനുക്കളുടെ ഒക്കെ കഥകൾ അവതരിപ്പിക്കുന്നു. അക്കൂട്ടത്തിൽ രൈവതൻ എന്ന മനു 5ാമത്തെ മനുവാണ്. അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം ആറാമത്തെ മനുവായി ചാക്ഷുഷൻ എന്നു പേരായ മനു അവതരിക്കുന്നു, മനു ജനിക്കുന്നു. ഈ ഓരോ മനുവിന്റെ കാലത്തും ഭഗവാൻ ഓരോ രൂപത്തിൽ അവതരിക്കുകയും അദ്ദേഹത്തിന്റെ വീര്യങ്ങളും അദ്ദേഹത്തിന്റെ ഐശ്വര്യങ്ങളും ഒക്കെ പ്രകടമാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഓരോ മനുവിന്റെ കാലത്തും അദ്ദേഹം ഇത് ചെയ്യും. ഈ ചാക്ഷുഷൻ എന്ന മനുവിന്റെ കാലത്ത് അദ്ദേഹം അജിതൻ എന്ന പേരിൽ അവതരിച്ച് തന്റെ വീര്യത്തെ ഈ ലോകത്തിനു മുമ്പിൽ പ്രകടിപ്പിച്ചു എന്ന് പരീക്ഷിത്ത് വളരെ ചുരുക്കി പറഞ്ഞു. അജിതൻ എന്ന പേരിൽ വൈരാജൻ എന്ന രാജാവിന്റെ പുത്രനായി സംഭൂതി എന്ന പത്നിയിൽ അംശാവതാരമായി അദ്ദേഹം അവതരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? എന്താണ് ഈ മന്വന്തരത്തിൽ മഹാവിഷ്ണു ചെയ്ത വീര്യം? ഈ മന്വന്തരത്തിൽ അദ്ദേഹം ചെയ്തത് പയോധിംയേന നിർമധ്യ സുരാണാം സാധിതാസുധ ഭ്രമമാണോംഭസി ധൃത കൂർമ്മരൂപേണ മന്ദരഃ. പയോധിയെ അദ്ദേഹം ധനം ചെയ്തു.
എന്നിട്ടോ ദേവന്മാർക്ക് അമൃത് സാധിച്ചു കൊടുത്തു. പിന്നെയോ സമുദ്രത്തിൽ കറങ്ങിക്കൊണ്ട് നിന്ന മന്ദരപർവ്വതത്തെ കൂർമ്മരൂപത്തിൽ അദ്ദേഹം ധരിക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹം ഈ മന്വന്തരത്തിൽ ചെയ്ത വീര്യം. നാരായണീയത്തില് പറയും, വിഷ്ണു വീര്യാണി കോവാ കഥയതുനോ യശ്ച രേണോന്മിമീതേ. വിഷ്ണുവിന്റെ, ആ മഹാവിഷ്ണുവിന്റെ വീര്യങ്ങളെ ഈ ഭൂമിയിൽ ആർക്കാണ് വർണ്ണിക്കാൻ സാധിക്കുക? പൊടികളെ അളക്കുന്നതിന് തുല്യമാണ്. ഈ ഭൂമിയിൽ എത്ര പൊടിയുണ്ടെന്ന് അളക്കുന്നതിന് തുല്യമാണ് മഹാവിഷ്ണുവിന്റെ വീര്യങ്ങളെ പറയുക എന്ന് പറയുന്നത്. അപ്പൊ അത് മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, ഭഗവാന്റെ വീര്യങ്ങളെ മുഴുവൻ പറയുക എന്നുള്ളത്. എങ്കിലും ഈ മന്വന്തരത്തിലെ ഈ വീര്യ കഥ പറഞ്ഞപ്പോ പരീക്ഷത്തിന് വീണ്ടും ആകാംക്ഷ തോന്നി. ഒരു നല്ല ശ്രോതാവിന്റെ ലക്ഷണം അതാണല്ലോ, കേൾക്കുന്തോറും വീണ്ടും കേൾക്കണം എന്ന ആകാംക്ഷ പരീക്ഷത്തിന് തോന്നി. അപ്പോ പരീക്ഷത്ത് ചോദിച്ചു, എന്താണ് ഈ അമൃതം മഥനം ചെയ്യാൻ കാരണം? പാലാഴി മഥനം ചെയ്യാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? അദ്ദേഹം എന്തിനാണ് കൂർമ്മരൂപത്തിൽ മന്ദരപർവ്വതത്തെ ധരിച്ചത് എന്നൊക്കെ പരീക്ഷിത്ത് ശ്രീശുക ബ്രഹ്മർഷിയോട് വീണ്ടും ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങുകയാണ് ഈ കഥ, പാലാഴി മഥനം എന്ന ഈ കഥ. പണ്ടൊരിക്കൽ യുദ്ധേ അസുരൈർ ദേവാഹ ബാധ്യമാനാശിതായുധൈഹി. ദേവന്മാരൊക്കെ അവരുടെ വീര്യം നഷ്ടപ്പെട്ട് അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ പ്രാണഹീനന്മാരായി നിപതിച്ചു. അതോടൊപ്പം നടന്ന മറ്റൊരു സംഭവം എന്താണ്? യഥാ ദുർവാസസശാപാത് സേന്ദ്ര ലോകാസ്ത്രയോ നൃപ നിശ്രീകാശ്ച ഭവൻ തത്ര നേഷുരിജ്യാദയഃ ക്രിയാഃ. അവിടെ നടന്ന ഒരു സംഭവം, ദുർവാസാവ് എന്ന മഹർഷിക്ക് ഒരിക്കൽ ഒരു പൂമാല, ഒരു വിദ്യാധര സ്ത്രീ ദിവ്യമായ ഒരു മാല കൊടുത്തു. മനോഹരങ്ങളായ പുഷ്പങ്ങളും അങ്ങേയറ്റം സൗരഭ്യമുള്ള പുഷ്പങ്ങളും ഒക്കെ ചേർത്ത് കൊരുത്ത മനോഹരമായ ദിവ്യമായ ഒരു മാല. മഹർഷിക്ക് എന്തിനാണാവോ മാല? അദ്ദേഹം ഇതൊക്കെ ഉപേക്ഷിച്ച ആളല്ലേ, അദ്ദേഹത്തിന് ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളാണ്, വൈരാഗ്യം സിദ്ധിച്ച ആളാണ്. അങ്ങനെയുള്ള മഹർഷിക്ക് എന്തിനായാലും ഒരു മാല കൊടുത്തു. പക്ഷെ ആദ്യം ഉണ്ടായ കൗതുകത്തിൽ അദ്ദേഹം ആ മാല സ്വീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് ദുർവാസാവിന് തോന്നിയത്, എന്തിനാണ് തനിക്ക് ഈ മാല? അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. ഭൗതിക വസ്തുക്കളോടുള്ള താല്പര്യം നശിച്ചു പോയിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ മാല കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഋഷികളുടെ ഒക്കെ ഒരു ചിന്ത എങ്ങനെയാണ് എന്ന് ആലോചിച്ചാൽ നമുക്ക് ഋഷികള്, വിശ്വാമിത്രൻ എന്ന മഹർഷിയെ കുറിച്ച് എത്രയോ കഥകളുണ്ടല്ലേ. അദ്ദേഹത്തിന്റെ മേനക എന്ന അപ്സരസിനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മനോനിയന്ത്രണം വിട്ടുപോയ കഥ എന്നിങ്ങനെ എത്രയോ കഥകൾ. ഈ ഋഷിമാരൊക്കെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് നിയന്ത്രണം വിട്ടുപോകുന്നത്? ഒരു മനുഷ്യനും സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വികാരങ്ങളെ, ചിന്തകളെ ഇല്ലാതെയാക്കാനൊന്നും സാധിക്കില്ല. അത് രാഗമാവട്ടെ, ദ്വേഷമാവട്ടെ, ഇങ്ങനത്തെ വികാരങ്ങളെ, ഇത് സ്വാഭാവികമായി മനുഷ്യനോടൊപ്പം ജനിച്ച വികാരങ്ങളാണ്. ഈ മനസ്സിന്റെ വികാരങ്ങളെ ഇല്ലാതെയാക്കാൻ ഒരു മനുഷ്യന് സാധിക്കില്ല, പക്ഷേ നിയന്ത്രിക്കാൻ സാധിക്കും. ഋഷികളുടെ ഒരു ചിന്ത എങ്ങനെയാണ്? അവർക്ക് മനസ്സിനൊരു വികാരം ഉണ്ടായാൽ, ഒരു മാറ്റം ഉണ്ടായാൽ അതിനെ അപ്പം തന്നെ തിരിച്ചറിയാനും അതിനെ നിയന്ത്രിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഋഷികളുടെ ചിന്തയുടെ മാഹാത്മ്യം. നമുക്കത് പലപ്പോഴും സാധിക്കാറില്ല, ഇല്ലേ? മനസ്സിനൊരു വികാരം ഉണ്ടായാൽ, ഒരു മാറ്റം ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു വസ്തുവിന് ഒരു രാഗം ഉണ്ടായാൽ പിന്നീട് അതിന്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു പോവുക ചെയ്യാം. പിന്നെ അടുത്തതിനോടായി, അപ്പൊ ആ വസ്തു വീണ്ടും വീണ്ടും കിട്ടണം എന്നായി. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് പോകുമോ എന്നുള്ള പേടിയായി, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമായി, ആരെങ്കിലും അത് എടുത്തോണ്ട് പോകുമോ എന്നുള്ള ഭയമായി, ആരെങ്കിലും അത് എടുക്കാൻ ശ്രമിച്ചാൽ അവരോട് ദേഷ്യമായി. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് വികാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. പക്ഷെ ഋഷിമാർക്ക് അത് അപ്പം തന്നെ തിരിച്ചറിയാനും അതിനെ നിയന്ത്രിക്കാനും സാധിക്കുന്നുണ്ട്. ദുർവാസാവിനും
ഈ മാല ഒരു കൗതുകത്തിന്റെ പുറത്ത് സ്വീകരിച്ചെങ്കിലും അടുത്ത ക്ഷണത്തിൽ മനസ്സിലായി തനിക്ക് ഈ മാല കൊണ്ട് പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് ഈ മാല എന്റെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഇത് ആർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് നടന്നപ്പോഴാണ് ഐരാവതത്തിന്റെ പുറത്തുള്ള ദേവേന്ദ്രന്റെ വരവ്. ഒരു രാജാവാണ്. രാജാവിന്റെ രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ വരവ് കണ്ടപ്പോ ദിവ്യങ്ങളായ വസ്തുക്കളൊക്കെ രാജാവിനുള്ളതാണല്ലോ, ഇല്ലേ? എല്ലാ രത്നങ്ങളും ദിവ്യ വസ്തുക്കളും ഒക്കെ രാജാവിനുള്ളതാണ് എന്നാണ് പൊതുവെ പറയാറ്. അതുകൊണ്ട് ഇത് ഇന്ദ്രന് തന്നെ കൊടുത്തേക്കാം എന്ന് ദുർവാസാവ് തീരുമാനിച്ചു. അങ്ങനെ ദേവേന്ദ്രന് ആ ദിവ്യമായ മാല കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ദിവ്യമായ ഒരു മാല, കാണാനും മനോഹരം, അതിന്റെ സുഗന്ധം അങ്ങേയറ്റം മനോഹരം, കിലോമീറ്ററുകളോളം അപ്പുറത്ത് അതിന്റെ സുഗന്ധം ചെല്ലും. ഇങ്ങനെ ഒരു ദിവ്യമായ മാല കിട്ടിയതിൽ അദ്ദേഹം വലിയ സന്തോഷം ഉണ്ടായി. എന്തായാലും ഇപ്പൊ വേണ്ട എന്ന് വിചാരിച്ച് ഐരാവതത്തിന്റെ പുറത്തേക്ക് ആ മാല വെച്ചു. ഈ മാലയുടെ സൗരഭ്യം കൊണ്ട് വണ്ടുകളൊക്കെ ആർത്തലച്ച് ഇതിന്റെ ചുറ്റും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇത് ഐരാവതത്തിന് ദേഷ്യം ഉണ്ടാവാൻ തുടങ്ങി. ഐരാവതം തുമ്പിക്കൈ കൊണ്ട് ആ മാല വലിച്ചെടുത്ത് താഴെ ഇട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു. ഇതൊക്കെ ക്ഷണം കൊണ്ട് കഴിയുകയും ചെയ്തു. ദുർവാസാവ് കണ്ടു നിൽക്കെ ഇതൊക്കെ കഴിയുകയും ചെയ്തു. ഇത് കണ്ട ദുർവാസാവിന് സ്വാഭാവികമായിട്ടും കോപം ഉണ്ടായി, ഇല്ലേ? ദുർവാസാവ് എന്നുള്ള മഹർഷിയുടെ പ്രത്യേകത നമുക്കറിയാം. അദ്ദേഹത്തിനോട് മിണ്ടിയാലും ദേഷ്യം വരും, മിണ്ടിയില്ലെങ്കിലും ദേഷ്യം വരും. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ദേഷ്യം വരാതിരിക്കുമോ? ദേഷ്യം വന്നു. അദ്ദേഹം ശപിക്കുകയും ചെയ്തു. എന്തായിരുന്നു ശാപം? നിശ്രീകാശ്ചാഭവൻ, ദേവന്മാരൊക്കെ നിശ്രീകന്മാരായി പോയി. അദ്ദേഹത്തിന്റെ ശാപം കൊണ്ട് ദേവന്മാർക്ക് ശ്രീത്വം ഇല്ലാതെ പോയി, അവരുടെ ഐശ്വര്യം ഇല്ലാതെ പോയി. ദേവന്മാരുടെ ഐശ്വര്യം എന്തൊക്കെയായിരുന്നു? അവർക്ക് വാർദ്ധക്യം ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല, അവരെപ്പോഴും യൗവനയുക്തരായിട്ട് തന്നെ ഇരിക്കുന്നു, ഇല്ലേ? ഐശ്വര്യം 8 തരത്തിലുണ്ടെന്ന് നമുക്കറിയാം. ഈ 8 തരത്തിലുള്ള ഐശ്വര്യങ്ങളും ദേവന്മാർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇല്ലാതെയായി. നിശ്രീകാശ്ചാഭവൻ. പലപ്പോഴും ജീവിതത്തിൽ എങ്ങനെയാണ്, നമ്മളുടെ അറിവില്ലാതെ തന്നെ പാപം നമ്മുടെ അടുത്തേക്ക് വന്നു ചേരും. ദേവേന്ദ്രൻ പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്തിരുന്നില്ല, ഇല്ലേ? ദേവേന്ദ്രൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ ശാപം ഉണ്ടായത്? അദ്ദേഹം ദുർവാസാവിന്റെ കയ്യിൽ നിന്ന് വളരെ വിനയത്തോടുകൂടി ആ മാല സ്വീകരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് അത് ഇടാം എന്നുള്ള ധാരണയിൽ അതവിടെ വെച്ചു. പക്ഷേ കാലത്തിന്റെ അല്ലെങ്കിൽ കാലചക്രത്തിൽ പെട്ടുപോയിട്ടുള്ളവരെല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഫലം അനുഭവിച്ചേ തീരൂ. അത് നല്ലതായാലും ചീത്തയായാലും. അത് പലപ്പോഴും നമ്മളുടെ അറിവില്ലാതെ ആയിരിക്കും നമ്മിലേക്ക് ആ പാപമായാലും പുണ്യമായാലും എത്തിച്ചേരുക. അതിവിടെ ദേവേന്ദ്രനും ഉണ്ടായി. അങ്ങനെ ദേവന്മാരൊക്കെ നിശ്രീകന്മാരായി തീരുകയും ചെയ്തു, ഐശ്വര്യം ഇല്ലാത്തവരായി തീരുകയും ചെയ്തു. അതോടെയോ ഇജ്യാദയ ക്രിയാ നേഷുഹു, യാഗാദികളായ ക്രിയകളൊക്കെ ഇല്ലാതെയായി, നഷ്ടങ്ങളായി. ദേവന്മാർക്ക് ഐശ്വര്യം ഉണ്ടാവാനുള്ള കാരണം എന്താ? യാഗത്തിന്റെ ഫലം അനുഭവിക്കുന്നത് കൊണ്ട്. നമ്മൾ ചെയ്യുന്ന യാഗങ്ങളുടെ യജ്ഞങ്ങളുടെ ഒക്കെ അംശം അനുഭവിക്കുന്നത് ദേവന്മാരാണ്. അതൊക്കെ അവർക്ക് ഇല്ലാതെയായി. അതോടെ അവരുടെ ഐശ്വര്യമില്ലാതെയായി. ഐശ്വര്യമില്ലാതെ ആയതോടുകൂടി അസുരന്മാർ അവരെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മഹാബലിയുടെ നേതൃത്വത്തിൽ അസുരന്മാര് ദേവന്മാരെ ആക്രമിച്ചു. ദേവന്മാരൊക്കെ പരാജിതരായി, പലരും മരിച്ചു വീണു. ഇങ്ങനെ സങ്കടകരമായ ഒരവസ്ഥ ദേവന്മാർക്ക് ഉണ്ടായിത്തീർന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ദേവന്മാരൊക്കെ എന്ത് ചെയ്തു? അവരെല്ലാവരും കൂടി തങ്ങളുടെ പിതാവായിട്ടുള്ള പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തോട് തങ്ങളുടെ സങ്കടമൊക്കെ ഉണർത്തിച്ചു. അപ്പൊ അദ്ദേഹവും പറഞ്ഞു, ഇതിനെ എനിക്ക് ആലോചിച്ചിട്ട് ഒരു വഴിയും തോന്നുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം? അഹം ഭവോ യൂയം അധോസുരാദയോ മനുഷ്യതിര്യദ്രുമഘർമ്മജാതയഃ യസ്യാവതാരാം ശകലാ വിസർജിതാഃ വ്രജാമ സർവേ ശരണം തമവ്യയം. ജീവിതത്തിൽ എന്നും ഓർക്കണ്ട, എന്നും ആവർത്തിച്ച് ചൊല്ലണ്ട ഒരു ശ്ലോകമാണ് ഭാഗവതത്തിലേത്. അഹം ഭവോ യൂയം അധോ അസുരാദയ. അഹം, ഞാനും, ബ്രഹ്മാവ് പറയാണ്, ഞാനും, ഭവഹ മഹാദേവരും, യൂയം നിങ്ങളും, ദേവന്മാരായ നിങ്ങളും, അസുരാദയ അസുരന്മാരും, മനുഷ്യ തിര്യക് ദ്രുമഘർമ്മജാതയ മനുഷ്യരാവട്ടെ, തിര്യക് യോനികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, ദ്രുമങ്ങളാവട്ടെ,
സസ്യങ്ങളാവട്ടെ ധർമ്മജാതയ, ഈ കണ്ട പ്രപഞ്ചത്തിലുള്ള സർവ്വതും യസ്യാവതാരാംശകല, ആരുടെ അംശകലകളാണ്? ആ മഹാവിഷ്ണുവിന്റെ തന്നെ, ആ ഭഗവാന്റെ തന്നെ, ആ ബ്രഹ്മസ്വരൂപനായ ഭഗവാന്റെ തന്നെ അംശകലകളാണ്, അംശങ്ങളാണ്, ഈശ്വരാംശങ്ങളാണ് നമ്മളെല്ലാവരും. ആ ഭഗവാന്റെ അംശങ്ങളാണ് നമ്മളെല്ലാവരും. നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതും അതേ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെന്ത് ദുഃഖങ്ങൾ വന്നാലും, എത്ര ആപത്തുകൾ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും? വ്രജാമ സർവേ ശരണം തമവ്യയം. നമ്മളൊക്കെ ശരണം പ്രാപിക്കേണ്ടത് തമവ്യയം, ആ അവ്യയനായ, ആ നാശമില്ലാത്ത ബ്രഹ്മസ്വരൂപനായ മഹാവിഷ്ണുവിനെ തന്നെ വ്രജാമ, ശരണം വ്രജാമ, ശരണം പ്രാപിക്കുക. അത് മാത്രമേ പോകാൻ വഴിയുള്ളൂ. നമുക്ക് ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാനാവാത്ത എത്ര പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലെ? നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും നമുക്ക് പരിഹരിക്കാനാവാത്ത, എങ്ങനെ പരിഹരിക്കണമെന്ന് മനസ്സിലാവാത്ത 100 പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. അങ്ങനെ വന്നാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? പലപ്പോഴും അത് മനുഷ്യരെ കൊണ്ട് സാധിക്കാത്തതാവും, ഇല്ലേ? നമ്മൾ ആരും വിചാരിച്ചാൽ ശരിയാവാത്ത പ്രശ്നങ്ങളാവും. എന്താണ് അതിനൊരു പ്രതിവിധി? വ്രജാമ സർവേ ശരണം തമവ്യയം, ആ അവ്യയനെ തന്നെ ശരണം പ്രാപിക്കുക. ഈശാവാസ്യ ഉപനിഷത്ത് പറയും, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത്. ഈ ജഗത്തിലുള്ള സർവ്വതും, അത് മനുഷ്യരാവട്ടെ, മൃഗങ്ങളാവട്ടെ, ചെടികളാവട്ടെ, പുല്ലാവട്ടെ, പുഴുവാവട്ടെ, ഇനി കല്ലാവട്ടെ, മണ്ണാവട്ടെ, പർവ്വതങ്ങളാവട്ടെ, നദികളാവട്ടെ, സമുദ്രമാവട്ടെ എന്ന് വേണ്ട, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജഗത്തുക്കളും ചരാചരങ്ങളും ചരിക്കുന്നതും അചരങ്ങളുമായിട്ടുള്ള സർവ്വതും ഈശാവാസ്യം, ഈശ്വരനാൽ വസിക്കപ്പെടുന്നതാണ്, ഈശ്വരന് വസിക്കാൻ യോഗ്യമായതാണ്. യാതൊരു സംശയമില്ല. ഇതിലൊന്നിലും ഈശ്വരനില്ലാത്ത ഒന്നിനെയും നമുക്ക് കാണാനാവില്ല. ഇത് ഭാരതത്തിന്റെ മഹത്തായ ഒരു ചിന്തയാണ്. ഈശ്വരനല്ലാത്ത ഒന്നും നമ്മുടെ ചുറ്റുമില്ല, ഈശ്വരനല്ലാത്തതൊന്നുമില്ല. നമുക്ക് എന്ത് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ പറ്റും? ആരെയും ഒന്നിനെയും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം സർവ്വതും ഈശ്വരൻ തന്നെയാണ്, അദ്ദേഹത്തിന്റെ അംശം തന്നെയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായാൽ, ദുഃഖം ജീവിതത്തിൽ ഉണ്ടായാൽ എന്ന് പറയാനില്ല, ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരേ ഇല്ല, ഇല്ലേ? ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരേ ലോകത്തില്ല. അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടു കിട്ടാൻ പറ്റില്ല. ഭാഗവതത്തിന്റെ ആദ്യം തന്നെ കുന്തി വരമായിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് ആപത്തുകൾ തരണേ. നമുക്ക് വരമൊന്നും ചോദിക്കേണ്ടി വരുന്നില്ല, ഈശ്വരൻ അറിഞ്ഞു തന്നിട്ടുണ്ട് ആവശ്യത്തിൽ കൂടുതൽ ആപത്തുകളും ദുഃഖങ്ങളും, ഇല്ലേ? ഓരോ ദിവസവും, ഓരോ മണിക്കൂറിലും, ഓരോ മിനിറ്റിലും നമ്മുടെ ചുറ്റും ദുഃഖങ്ങൾ ഇങ്ങനെ വന്നു നിറയും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വ്രജാമ സർവേ ശരണം തമവ്യയം. അങ്ങനെ ആ ഭഗവാനെ ശരണം പ്രാപിക്കുക തന്നെയാണ് ഇതിനുള്ള വഴി എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് ബ്രഹ്മാവ് ആ ഭഗവാന്റെ മഹാത്മ്യം വർണ്ണിച്ചിട്ട് ഇവരെല്ലാവരും കൂടി മഹാവിഷ്ണുവിന്റെ സമീപത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അദ്ദേഹത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു. അതിമനോഹരമായ സ്തുതികളോടുകൂടി ബ്രഹ്മസ്വരൂപനായ ആ ഭഗവാനെ, മഹാവിഷ്ണുവിനെ ബ്രഹ്മാവും ദേവന്മാരും കൂടി സ്തുതിക്കാൻ ആരംഭിച്ചു. ഈ സ്തുതികളുടെയൊക്കെ അവസാനം അദ്ദേഹം പ്രത്യക്ഷനായി, മഹാവിഷ്ണു പ്രത്യക്ഷനായി തീർന്നു. എന്നിട്ടോ എന്താണ് ഇതിനൊരു വഴി എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതിന് വേറൊരു വഴിയുമില്ല, ക്ഷീര സമുദ്രത്തെ മഥനം ചെയ്യുക. അങ്ങനെ മഥനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് അമൃതം കിട്ടും, ആ അമൃതത്തെ പാനം ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ദേവന്മാര് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. കാരണം ദേവന്മാരിപ്പോ നിശ്രീകന്മാരായി, ഐശ്വര്യമില്ലാത്തവരായി. അവരെ കൊണ്ട് തന്നെ ഈ ക്ഷീരസമുദ്രത്തെ മഥനം ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? അസുരന്മാരുടെ കൂടി സഹായം സ്വീകരിക്കുക. അങ്ങനെ വേണമല്ലോ. ഈ വ്യാകരണത്തിൽ ഒരു ന്യായം പറയും, ചെളി ചവിട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കിണറ് കൂപഘാനകവത് എന്നൊരു ന്യായം പറയും. കിണറ് കുഴിച്ചു കഴിയുമ്പോൾ ഈ കിണറ് കുഴിക്കുന്നവരുടെ ശരീരത്തിലാകെ ചെളിയും അഴുക്കും ഒക്കെ പറ്റും, ഇല്ലേ? മണ്ണും ചെളിയും ഒക്കെ പറ്റും.
കിണർ കുഴിച്ച് വെള്ളം കിട്ടിക്കഴിഞ്ഞാലോ ആ വെള്ളം കൊണ്ട് തന്നെ ഈ ചെളിയും അഴുക്കും ഒക്കെ കഴുകി കളയാനും പറ്റും. അതുപോലെ ഇപ്പോ നമുക്ക് എന്താ വേണ്ടത്? അമൃതം നേടണം. അമൃതം നേടണമെങ്കിൽ എന്ത് വേണം? അസുരന്മാരുടെ സഹായം വേണം. അതുകൊണ്ട് അസുരന്മാരുടെ സഹായം സ്വീകരിച്ച് ഈ ക്ഷീരസമുദ്രത്തെ മഥനം ചെയ്യുക. അങ്ങനെ മഥനം ചെയ്ത് അമൃത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഐശ്വര്യമില്ലായ്മയൊക്കെ മാറും, ഐശ്വര്യമൊക്കെ തിരിച്ചു കിട്ടും. അപ്പോ അസുരന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്യാം എന്നൊരു ഉപായം ഭഗവാൻ ദേവന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇതനുസരിച്ച് ദേവന്മാരെല്ലാവരും കൂടി മഹാബലിയുടെ അടുത്ത് ചെന്നു. മഹാബലിയോട് ഈ കാര്യമൊക്കെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിനും അതിൽ വിരോധമൊന്നും തോന്നിയില്ല. കാരണം അമൃത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനമുണ്ട്. ഇല്ല, ദേവന്മാർക്ക് മാത്രമല്ല ഞങ്ങൾക്കും കിട്ടും. ഞങ്ങൾക്കും അമൃത് തരാമെന്നുള്ളതാണ് കണ്ടീഷൻ. അമൃതിന്റെ ഒരു ഭാഗം ഞങ്ങൾക്കും തരാം, അസുരന്മാർക്കും തരാം എന്നുള്ളതാണ് ദേവന്മാരുടെ അവസ്ഥ. അതനുസരിച്ച് മഹാബലിക്കും അത് നല്ലതായിട്ട് തോന്നി. അങ്ങനെ മഹാബലി അതിന് സമ്മതിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രശ്നം ഉണ്ടായത്. ഇതിനെ മഥനം ചെയ്യാൻ എന്താ വേണ്ടത്? മന്ദരപർവ്വതം വേണം ഈ ക്ഷീരസമുദ്രത്തെ മഥനം ചെയ്യാൻ. കാരണം ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ, തൈര് കടയുന്നത് പോലെ ചെറിയ കാര്യമല്ല. വലിയൊരു സമുദ്രത്തെ മുഴുവൻ വേണം മഥനം ചെയ്യാൻ. അങ്ങനെ വലിയൊരു സമുദ്രത്തെ മഥനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? വലിയ കടക്കോല് വേണം. അതിന് മന്ദരപർവ്വതത്തെ സ്വീകരിച്ചോളൂ എന്ന് ഭഗവാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടി ചെന്ന് മന്ദരപർവ്വതത്തെ കടയോടുകൂടി ഇളക്കി പൊക്കിയെടുത്തുകൊണ്ട് വരാൻ ശ്രമിച്ചു. വരുന്ന വഴിക്ക് ഈ പർവ്വതം താഴെ വീണ് ഇതിനടിയിൽപ്പെട്ട അസുരന്മാരും ദേവന്മാരും ഒക്കെ കുറെ പേര് ചതഞ്ഞ് മരിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഈ മന്ദരപർവ്വതം കൊണ്ടുവരാൻ ഒരു നിർവാഹവും ഇല്ല എന്നുള്ള അവസ്ഥയിലെത്തി. വീണ്ടും പ്രജാമ സർവേ ശരണം തമവ്യയം, വീണ്ടും അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിച്ചു. അങ്ങനെ വീണ്ടും മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അദ്ദേഹം ഗരുഡാരൂഢനായി പ്രത്യക്ഷനായി ആ മന്ദരപർവ്വതത്തെ തമാശയായിട്ട് ഒരു കൈ കൊണ്ട് അദ്ദേഹം എടുത്ത് ഗരുഡന്റെ പുറത്ത് വെച്ച് സമുദ്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അദ്ദേഹത്തിന്റെ വീര്യകർമ്മങ്ങൾ നോക്കൂ. ഈ വീര്യകർമ്മങ്ങളൊക്കെയാണ് മന്വന്തരത്തിന്റെ പ്രധാന വിഷയം. ഇത്രയും മാഹാത്മ്യം അദ്ദേഹത്തിനുണ്ട്, മഹാവിഷ്ണുവിന്റെ മാഹാത്മ്യങ്ങൾ ഇത്രയുണ്ട് എന്നറിയാനാണ് മന്വന്തര കഥകൾ മുഴുവൻ വർണ്ണിക്കുക. അത് ഇതിനു മുമ്പുള്ള സർഗം, സൃഷ്ടി എന്തിനാ വർണ്ണിക്കുക, പ്രതിസർഗം എന്തിനാണ് വർണ്ണിക്കുന്നത്? ഇത് മുഴുവൻ ഭഗവാന്റെ ഐശ്വര്യത്തെ, ഭഗവാന്റെ മാഹാത്മ്യത്തെ, അത് എത്രയുണ്ട് എന്ന് ഒരല്പമെങ്കിലും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ അവതരിപ്പിച്ചത്. അങ്ങനെ മന്ദരപർവ്വതത്തെ ലീലയായിട്ട് സമുദ്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അടുത്ത പ്രശ്നം, ഇതിന് കയറായിട്ട് ആരെ കിട്ടും? ഇത്രയും നീളമുള്ള കയറ് വേണം. അതിന് വീണ്ടും മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മഹാദേവന്റെ കണ്ഠാഭരണമായിട്ടുള്ള വാസുകിയെ കയറാക്കി സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അതനുസരിച്ച് ദേവന്മാരും അസുരന്മാരും കൂടി വാസുകിയുടെ അടുത്ത് എന്ന് അപേക്ഷിച്ചു. അപ്പോൾ വാസുകിക്കും എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ, ഇല്ലേ? പ്രയോജനം അനുദ്ദിശ്യ മന്ദോപി പ്രവർത്തത എന്നൊരു ന്യായം ഉള്ളത് കൊണ്ട് മന്ദബുദ്ധികളാണെങ്കിൽ പോലും എനിക്കെന്താ പ്രയോജനം എന്ന് ചോദിക്കും. വാസുകിയും ചോദിച്ചു, എനിക്കെന്താണ് പ്രയോജനം? അപ്പൊ പറഞ്ഞു, ഇതിന്റെ ഒരു അംശം അങ്ങക്ക് തരാം. അങ്ങനെ ചോദിച്ചവരോടെല്ലാം അമൃതിന്റെ അംശം തരാൻ എന്നുള്ള വ്യവസ്ഥയിലാണ് അവരൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വാസുകിയെയും അമൃതിന്റെ അംശം തരാമെന്നുള്ള വ്യവസ്ഥയില് വാസുകിയെ കയറാക്കി സ്വീകരിച്ചു, വാസുകിയുടെ സമ്മതത്തോടെ. അങ്ങനെ വാസുകിയെ കയറാക്കി മന്ദരപർവ്വതത്തെ കടകോലാക്കി രണ്ടു വശത്തായിട്ട് ദേവന്മാരും അസുരന്മാരും ഒക്കെ നിരന്നു. ദേവന്മാർ ആദ്യം തലഭാഗത്ത് വന്നു നിന്നു. അപ്പോ അസുരന്മാർക്ക് അതിലത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം തലഭാഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രെഡിറ്റ് ആണ്, ഇല്ല? അങ്ങനെ ദേവന്മാർ അങ്ങനെ സുഖിക്കണ്ട, തലഭാഗത്ത് ഞങ്ങൾ നിൽക്കും, ദേവന്മാര് വാല് പിടിച്ചാൽ മതി. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ദേവന്മാര് വാലിന്റെ ഭാഗത്ത് നിന്നു, അസുരന്മാര് തലയുടെ ഭാഗത്ത് നിന്നു. അങ്ങനെ മന്ദരപർവ്വതത്തെ കടകോലാക്കിക്കൊണ്ട് ഈ ക്ഷീരസമുദ്രത്തെ മഥനം ചെയ്യാൻ തുടങ്ങി ദേവന്മാരും അസുരന്മാരും കൂടി. അങ്ങനെ മഥനം മുമ്പോട്ട് പോകാൻ തുടങ്ങി. മഥനം കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവന്മാരും അസുരന്മാരും ഒരേപോലെ ക്ഷീണിക്കാൻ തുടങ്ങി. ദേവന്മാർക്കും ക്ഷീണമായി തുടങ്ങി, അസുരന്മാർക്കും ക്ഷീണമായി തുടങ്ങി. കാരണം
ഒരു ചെറിയ കടകോലൊന്നല്ലല്ലോ. മന്ദരപർവ്വതം എന്ന് പറയുന്ന വലിയ ഒരു പർവ്വതമാണ് കടകോലാക്കി വെച്ചിരിക്കുന്നത്. വാസുകി എന്ന് പറയുന്ന വലിയ നീണ്ട സർപ്പത്തിനെയാണ് കയറാക്കി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് കടയ എന്ന് പറയുന്നത് സ്വതവേ ഐശ്വര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയ ദേവന്മാർക്കും അസുരന്മാർക്കും ക്ഷീണം ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ദേവന്മാരും അസുരന്മാരും ക്ഷീണിക്കാൻ തുടങ്ങിയപ്പോഴോ വീണ്ടും വ്രജാമ സർവയെ ശരണം തമവ്യയം, വീണ്ടും ആ മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തന്റെ തന്നെ സ്വരൂപത്തെ, തന്റെ തന്നെ അംശത്തെ ദേവന്മാരിലേക്കും അസുരന്മാരിലേക്കും കടത്തിവിട്ടു. അങ്ങനെ അവർക്ക് ഊർജം ഉണ്ടായി, തേജസ് കൂടി, ഐശ്വര്യം ഉണ്ടായി, വീണ്ടും കടയാൻ തുടങ്ങി. അങ്ങനെ കടയാൻ തുടങ്ങിയപ്പോ വീണ്ടും ഈ കടച്ചിൽ മുമ്പോട്ട് പോയി. അങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് അടുത്ത പ്രശ്നം ഉണ്ടായത്. ഈ പർവ്വതം, മന്ദരപർവ്വതം താഴേക്ക് താണു പോകാൻ തുടങ്ങി. വീണ്ടും വിഷമസന്ധിയിലായി. വ്രജാമ സർവേ ശരണം തമവ്യയം, നമ്മളെല്ലാവരും ആ അവ്യയനെ തന്നെ ശരണം പ്രാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചപ്പോഴോ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവാനുള്ള കാരണം, ഈ അടിക്കടി ഓരോ തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ ദുരന്ത വീര്യോ അവിതഥാഭിസന്ധി. ഈ ദുരന്ത വീര്യം, അന്തമില്ലാത്ത ഈ വീര്യങ്ങളോടുകൂടി അവിതഥമായ സങ്കല്പത്തോടു കൂടിയിരിക്കുന്ന ഈശ്വരൻ പറഞ്ഞു കൊടുത്തു. എന്താണ്? വിലോക്യ വിഘ്നേശ വിധി. വിഘ്നേശ വിധി ചെയ്യാൻ മറന്നു അല്ലേ? ഭാരതീയമായ സങ്കല്പത്തിൽ ഏതൊരു കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? വിഘ്നേശ്വരനായ, തടസ്സങ്ങളുടെ എല്ലാം, വിഘ്നങ്ങളുടെ എല്ലാം അധിപനായ ഗണപതിയെ പൂജിക്കാറുണ്ട്. ഇവിടെ ഇത്രയും വലിയൊരു കർമ്മത്തിന് ദേവന്മാരും അസുരന്മാരും ഇറങ്ങിയപ്പോ ആ ഗണപതിയെ പ്രാർത്ഥിക്കണമായിരുന്നു ഇല്ലേ? ഗണപതിക്ക് വേണ്ട പൂജയൊക്കെ ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ പോയി, അത് മറന്നുപോയി. അത് മറന്നുപോയത് കൊണ്ടാണ് അടിക്കടി ഓരോരോ തടസ്സങ്ങൾ വരുന്നത്. ക്ഷീണം വരുന്നു, തടസ്സം വരുന്നു. നമ്മള് മനുഷ്യരാണെങ്കിലും ഓരോ കർമ്മം ചെയ്യുമ്പോഴും എന്തിനാണ് ഗണപതിയെ സ്തുതിക്കുന്നത്, വിഘ്നേശ്വരനെ സ്തുതിക്കുന്നത്? അത് വിഘ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ്, തടസ്സങ്ങൾ ഇല്ലാതിരിക്കാനാണ്. ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മം പൂർത്തിയാവണമെങ്കിൽ അതിനാദ്യം ഗണപതിയുടെ അനുഗ്രഹം വേണം. കാരണം ആ കർമ്മത്തിന് 100 തടസ്സങ്ങൾ ഉണ്ടാവും. ആ തടസ്സങ്ങളെയൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഗണപതിയുടെ അനുഗ്രഹം വേണം. ഇവിടെ ഗണപതിയുടെ അനുഗ്രഹമില്ലായ്മയാണ് ഇതിന് കാരണം. അതുകൊണ്ട് ഇനിയിപ്പോ അതിനൊരു പോംവഴിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ ഒരു കൂർമ്മത്തിന്റെ രൂപം സ്വീകരിച്ചിട്ട് കാച്ഛപമദ്ഭുതം മഹത്ത്, ആ ഭഗവാൻ ഒരു വലിയ കാച്ഛപം, ഒരു കൂർമ്മത്തിന്റെ, ആമയുടെ സ്വരൂപം സ്വീകരിച്ചിട്ട് പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര, വെള്ളത്തിലേക്ക് പ്രവേശിച്ച് ഈ മന്ദരപർവ്വതത്തെ തന്നെ പുറത്ത് ഉയർത്തി നിർത്തി. ഉജ്ജഹാര, ഉയർത്തി നിർത്തി. ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിച്ചത്? ദുരന്ത വീര്യോ, അദ്ദേഹത്തിന്റെ വീര്യങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ മഹാത്മ്യങ്ങൾക്ക് അന്തമില്ല. ദുരന്തം എന്നുള്ള വാക്ക് ഒരു നെഗറ്റീവ് അർത്ഥത്തിലല്ല. ദുരന്തം, അന്തമില്ലാത്തതാണ്. അന്തമില്ലാത്ത വീര്യമാണ് ഭഗവാനുള്ളത്. അദ്ദേഹത്തിന്റെ മഹാത്മ്യങ്ങൾക്ക് അവസാനമില്ല. അതുകൊണ്ടാണ് മേൽപ്പത്തൂര് പറഞ്ഞത്, ഭൂമിയിലെ പൊടികളുടെ എണ്ണം പോലും അളക്കാൻ ആർക്കെങ്കിലും പറ്റുമായിരിക്കും, പക്ഷേ വിഷ്ണോർ വീര്യാണി കോവാ കഥയതു, വിഷ്ണുവിന്റെ വീര്യങ്ങളെ പറയാൻ ആർക്ക് സാധിക്കും? കാരണം അത് ദുരന്ത വീര്യമാണ്, അന്തമില്ലാത്ത മഹാത്മ്യമാണ് ഭഗവാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ആ വീര്യത്തോടു കൂടി കൂർമ്മത്തിന്റെ സ്വരൂപത്തിൽ ഈ പർവ്വതത്തെ ഉയർത്തി നിർത്തി. തമുദ്ധിതം വീക്ഷ്യ കുലാചലം പുനഃ, വീണ്ടും മന്ദരപർവ്വതം ഉയർന്നു വരുന്നത് കണ്ടിട്ട് ദേവന്മാരും അസുരന്മാരും വീണ്ടും മഥനം തുടങ്ങി. ഈ മഥനം തുടങ്ങിയപ്പോഴോ ഈ പർവ്വതം, അദ്ദേഹത്തിന്റെ മഹാത്മ്യം ആലോചിച്ച് നോക്കൂ. നമുക്കത് നിസ്സാരമായിട്ട് തോന്നരുത്. ലക്ഷയോജന പ്രസ്താരിണ, 1,00,000 യോജന പ്രസ്താരം, വിസ്താരമുള്ളതാണ് ഈ പർവ്വതത്തിന്റെ അടിഭാഗം.
ഒരു മന്ദര പർവ്വതത്തിന്റെ അടി എന്ന് പറയുന്നത് 1,00,000 യോജന വിസ്താരമുള്ള പർവ്വതമാണ്. ആ പർവ്വതം മുഴുവൻ അദ്ദേഹത്തിന്റെ പൃഷ്ഠേന, തന്റെ ആ കൂർമ്മ സ്വരൂപത്തിലുള്ള അദ്ദേഹം പുറത്ത് വെച്ചിരിക്കുകയാണ്. ആ പുറത്തിരുന്നാണ് ഇതിങ്ങനെ തിരിയുന്നത്, അല്ലെ? കടയുമ്പോ ഇതിങ്ങനെ തിരിയും ഈ പർവ്വതം. ഈ പർവ്വതം മുഴുവൻ ഈ കൂർമ്മത്തിന്റെ തോടിലിരുന്ന് തിരിയാണ്. 1,00,000 യോജന വിസ്തീർണമുള്ള ഈ പർവ്വതം, അതിന്റെ ഭാരം ആലോചിച്ച് നോക്കൂ. ഇതിനെ മുഴുവൻ പുറത്തെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ അമൃതമഥനത്തെ സാധ്യമാക്കി കൊടുത്തത്. അങ്ങനെ ഈ പുറത്തിരുന്ന് ഇത് ഒരേന്ന സമയത്ത് അദ്ദേഹത്തിന് അത് എങ്ങനെ തോന്നി എന്ന് ചോദിച്ചാലോ, സുരാസുരേന്ദ്രൈർഭുജവീര്യവേപിതം പരിഭ്രമന്തം ഗിരിമംഗപൃഷ്ഠതഃ ബിഭ്രത്തദാവർത്തനമാദികച്ഛപോ മേനേംഗകണ്ഡൂയനമപ്രമേയ. അതൊരു അംഗകണ്ഡൂയനമായിട്ട് പുറം ചൊറിഞ്ഞുകൊണ്ടിരുന്നപ്പോ ഈ പർവ്വതം പുറത്തിരുന്ന് ഇങ്ങനെ തിരിയുമ്പോ അതൊരു ചൊറിയുന്ന സുഖം കിട്ടി അദ്ദേഹത്തിന്. ആലോചിച്ച് നോക്കുക, എത്ര കളിയായിട്ടാണ് അദ്ദേഹം അത് ചെയ്തു പോകുന്നത്. ഒരു വലിയ ഭാരം എടുത്ത് തോളിൽ വെച്ച് ഉയർത്തി നിർത്തുന്ന ബുദ്ധിമുട്ടോടുകൂടി അല്ല ഈ പർവ്വതത്തെ ഉയർത്തുന്നത്, കളിയായിട്ടാണ്, അതൊരു തമാശയായിട്ടാണ്. ആ പർവ്വതം പുറത്തിരുന്ന് തിരിഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നിയത് എന്താ? പുറം ചൊറിഞ്ഞപ്പോ അത് ചൊറിഞ്ഞു കിട്ടുന്ന ഒരു സുഖം, ഇല്ലേ? നമ്മൾ പുറം ചൊറിയുമ്പോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ട് പുറം ഇങ്ങനെ ചൊറിയും, കുരയ്ക്കും. അതേപോലെയുള്ള ഒരു സുഖം മഹാവിഷ്ണുവിന് കിട്ടി ഈ പർവ്വതം പുറത്തിരുന്ന് തിരിഞ്ഞപ്പോ. മേനെ അംഗകണ്ഡൂയനം അപ്രമേയ. അപ്രമേയനാണ്, അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ ബലം എത്രയാണെന്ന് അളക്കാൻ സാധിക്കില്ല. അപ്രമേയ. അങ്ങനെയുള്ള ഒരു അത്ഭുത കർമ്മം ദേവന്മാരുടെയും അസുരന്മാരുടെയും മുമ്പിൽ അദ്ദേഹം അനുഷ്ഠിച്ചു. അങ്ങനെ വീണ്ടും ദേവന്മാരും അസുരന്മാരും കടയാൻ തുടങ്ങി. വീണ്ടും അവർക്ക് ക്ഷീണം തോന്നി തുടങ്ങിയപ്പോഴോ ഇവര് രണ്ടുപേരെയും മാറ്റി നിർത്തി രണ്ടു വശത്തു നിന്നും ഭഗവാൻ തന്നെ കടയാൻ തുടങ്ങി. തലഭാഗവും വാലിന്റെ ഭാഗവും ഭഗവാൻ തന്നെ സ്വീകരിച്ച് അജിതൻ എന്ന രൂപത്തിൽ അവതരിച്ച് അദ്ദേഹം തന്നെ ഈ ക്ഷീരസമുദ്രത്തെ കടയാൻ തുടങ്ങി. എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ കടയാൻ തുടങ്ങിയപ്പോഴാണ് ഈ മന്ദരപർവ്വതം വേഗത്തില് തിരിയാൻ തുടങ്ങി. അങ്ങനെ തിരിയാൻ തുടങ്ങിയപ്പോ അടുത്ത ബുദ്ധിമുട്ടുണ്ടായത് എന്താ? ഇതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഈ പർവ്വതത്തിന്റെ കടകോലിന്റെ അറ്റം അങ്ങനെയാണല്ലോ, നമ്മൾ അവിടെ കാലുകൊണ്ടോ കൈകൊണ്ടോ ഒക്കെ ഇങ്ങനെ പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ തിരിയും. അങ്ങനെ ഈ മന്ദരപർവ്വതത്തിന്റെ അഗ്രഭാഗം കറങ്ങാൻ തുടങ്ങിയപ്പോഴോ ഭഗവാൻ ഒരു കൈകൊണ്ട് അതിന്റെ മുകളിലും പിടിച്ചു. അദ്ദേഹത്തിന്റെ വീര്യം ആലോചിച്ച് നോക്കൂ. ഈ അമൃതമഥനം നടത്തുമ്പോ മുകളില് ഭഗവാന്റെ കഴിവാണ്, അത് ഉയർത്തി നിർത്തുന്ന താഴെ ഭഗവാനാണുള്ളത്, രണ്ട് വശങ്ങളിൽ കടഞ്ഞുകൊണ്ടിരിക്കുന്നതും ഭഗവാനാണ്. ഇതാണ് ആ മാഹാത്മ്യത്തിന്റെ കഥ. ഈ മാഹാത്മ്യം വർണ്ണിക്കാൻ വേണ്ടിയാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് ഈ കഥ ഉപദേശിച്ചു കൊടുത്തത്. അത്രയ്ക്ക് മാഹാത്മ്യമുണ്ട്. അതിന്റെ അടിയിലും ഭഗവാൻ, മുകളിലും ഭഗവാൻ, രണ്ട് വശങ്ങളിലും ഭഗവാൻ. കുറച്ചു കഴിഞ്ഞപ്പോ വാസുകിക്ക് ക്ഷീണം വന്നു തുടങ്ങിയപ്പോഴോ ആ വാസുകിയിലേക്കും ഭഗവാൻ തന്റെ അംശത്തെ കടത്തിവിട്ട് വാസുകിയുടെ ഉള്ളിലും ഭഗവാൻ. ഇങ്ങനെ സർവത്ര ഭഗവൻ മയമായിട്ട് തന്നെ കണ്ടു. ഇതുകൊണ്ടാണ് ബ്രഹ്മാവ് പറഞ്ഞത് എല്ലാവരുടെയും ഉള്ളിൽ ആ ഭഗവാൻ തന്നെയാണുള്ളത്. അത് എന്റെ ഉള്ളിലായാലും ഭവഹ മഹാദേവന്റെ ഉള്ളിലായാലും നിങ്ങളുടെ ഉള്ളിലായാലും അസുരന്മാരുടെ ഉള്ളിലായാലും മനുഷ്യരിലും ദിവ്യജ്യോനികളിലും എന്ന് വേണ്ട സകല ജീവജാലങ്ങളിലും ആ ഭഗവാന്റെ അംശം തന്നെയാണ് കാണാൻ സാധിക്കാൻ. അതിനൊരു തെളിവായിട്ട്, അതിനൊരു ദൃഷ്ടാന്തമായിട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ ഈ ക്ഷീരമഥനത്തില് ചുറ്റും എല്ലായിടത്തും ഞാൻ തന്നെയാണ്, ഭഗവാന്റെ തന്നെ മാഹാത്മ്യമാണ് എന്ന് അദ്ദേഹം കാട്ടിക്കൊടുത്തു. അങ്ങനെ കാട്ടിക്കൊടുത്ത് ഭഗവാൻ ഉപര്യാധശ്ച ആത്മനി ഗോത്രനേത്രയോ പരേണതേ പ്രാവിശതാ സമേഭിതാഃ. ഉപരി അധഃ ച ആത്മനി, മുകളിലും താഴെയും, ആത്മനി ആ പർവ്വതത്തിന്റെ ഉള്ളിലും, ഗോത്രനേത്രയോ ഗോത്രനേത്രങ്ങളിലും, പർവ്വതത്തിലും വാസുകിയിലും. നേത്രം ചരട്, ചരട് വാസുകിയാണല്ലോ ഇവിടുത്തെ ചരട്. ആ ചരടിന്റെ ഉള്ളിലും പരേണതേ പ്രാവിശതാ സമേധിതാഃ.
അങ്ങനെ ആ ഭഗവാൻ പരമാത്മാവിനാൽ സമേധിതാഹ വർദ്ധിച്ച വീര്യത്തോടുകൂടി ക്ഷീരമഥനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്ഷീരമഥനം വർദ്ധിച്ച വീര്യത്തോടുകൂടി ചെയ്യാൻ തുടങ്ങിയപ്പോഴോ ആ സമുദ്രം മുഴുവൻ മമന്ധുരബ്ധിം, ആ സമുദ്രം മുഴുവൻ മമന്ധുഹു കടയാൻ തുടങ്ങി. അപ്പോഴോ മതോത്കട മഹാദ്രിണ ക്ഷോഭിത നക്രചക്രം, അതിലുള്ള നക്രചക്രങ്ങളൊക്കെ, അതിലുള്ള നക്ര സമൂഹങ്ങളൊക്കെ, മത്സ്യങ്ങളും അവിടുത്തെ ജീവജാലങ്ങളോട് കൂടിയ ആ സമുദ്രം മഥനം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അതൊക്കെ ക്ഷോഭിക്കാൻ തുടങ്ങി. ആ സമുദ്രം മുഴുവൻ ക്ഷോഭിക്കാൻ തുടങ്ങി, തിരമാലകൾ അടിച്ച് ക്ഷോഭിക്കാൻ തുടങ്ങി. അങ്ങനെ വർദ്ധിച്ച വീര്യത്തോടുകൂടി അമൃതമഥനം മുമ്പോട്ട് പോയപ്പോഴാണ് വാസുകിയുടെ ഉള്ളിൽ നിന്ന് ഇന്ദ്രസാഹസ്ര കഠോര ദൃങ്മുഖശ്വാസ അഗ്നിധൂമാഹതവർച്ചസോസുര, തലഭാഗം പിടിച്ചിരുന്ന അസുരന്മാരുടെ ഭാഗത്തേക്ക് വാസുകിയുടെ ഉള്ളിൽ നിന്ന് പുകയോടുകൂടി, കറുത്ത പുകയോടുകൂടിയ ഹാലാഹലം എന്നുള്ള ഒരു വിഷം വമിക്കാൻ തുടങ്ങി. കാരണം ഇതിങ്ങനെ തിരിയുകയാണല്ലോ, കുറെ നേരം ഇങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ വയറൊക്കെ അസ്വസ്ഥമാവും, നമുക്ക് ഓക്കാനം വരും, വൊമിറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ വാസുകിയുടെയും ഇത്രയും നേരം ഈ ഭഗവാൻ തന്നെ നേരിട്ട് കടയാൻ തുടങ്ങിയപ്പോഴേക്ക് അതിന്റെ ശക്തി കൊണ്ട് വാസുകിയുടെ കണ്ണുകളൊക്കെ തിരിയാൻ തുടങ്ങി, വയറൊക്കെ വല്ലാതെ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. അങ്ങനെ വാസുകിയുടെ ഉള്ളിൽ നിന്ന് വായിലൂടെ കറുത്ത പുകയോടുകൂടിയ ഹാലാഹലം എന്ന് പറയുന്ന ഒരു വിഷം പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്നിട്ടും ഭഗവാൻ നിർത്തുന്നില്ല, ഇതിങ്ങനെ കടഞ്ഞുകൊണ്ടേ ഇരിക്കുക, ഈ കടച്ചിലൊട്ടും നിർത്തുന്നില്ല, കടയാൻ തുടങ്ങി. ആ കടയുന്ന ഭഗവാന്റെ സ്വരൂപത്തെ വ്യാസഭഗവാൻ വർണ്ണിക്കുന്നു. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് നോക്കൂ. മേഘശ്യാമ കനകപരിധി കർണവിദ്യോത വിദ്യുന്മൂർധ്നി ഭ്രാജദ്വിലുളിത കചസ്രഗ്ധരോ രക്തനേത്ര ജൈത്രൈർദോർഭിർജഗദഭയതൈർദശൂകം ഗൃഹീത്വാ മഗ്നൻ മഗ്നാ പ്രതിഗിരിരിവാശോഭതാധോധൃതാദ്രിഹി. മേഘശ്യാമഃ, മേഘത്തെ പോലെ ശ്യാമവർണ്ണത്തോടു കൂടിയ, കനകപരിധി, സ്വർണം പോലെയുള്ള പരിധിഹി, വസ്ത്രങ്ങളാണ് അദ്ദേഹം ഉടുത്തിരിക്കുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങൾ, പീതവസ്ത്രം ധരിച്ചിരിക്കുന്നു. കർണവിദ്യോത വിദ്യുന്മൂർധ്നി, കർണങ്ങളിൽ മിന്നലുകളാണുള്ളത്. അദ്ദേഹത്തിന്റെ കുണ്ടലങ്ങളുടെ സ്ഥാനത്ത് മിന്നലുകളെ പോലെ തോന്നുന്നു. അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ അല്ലെ, ഭഗവാൻ രണ്ട് കൊണ്ട് ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്റെ കാതിൽ കിടക്കുന്ന രണ്ട് കുണ്ടലങ്ങളും ആടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട് രണ്ട് ചെവികളിലും മിന്നൽ പിണരു പോലെയാണ് കാണുന്നത്. കറുത്ത നിറത്തിലുള്ള, മേഘത്തിന്റെ വർണ്ണത്തിലുള്ള, സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തന്റെ കുണ്ടലങ്ങളൊക്കെ ആടിക്കൊണ്ടിരിക്കുമ്പോ മിന്നലുകളെ പോലെ തോന്നുന്ന ഭ്രാജദ്വിലുളിത കചഹ, മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിരസിലോ ഭ്രാജത് വിലുളിത കചഹ, അദ്ദേഹത്തിന്റെ കചഹ, അദ്ദേഹത്തിന്റെ കേശഭാരം, കെട്ടിവെച്ചിരുന്ന മുടിയൊക്കെ ചിന്നിച്ചിതറി അഴിഞ്ഞു വീണ മുടിയോടുകൂടി ആയിത്തീർന്നു. ശ്രദ്ധരോ, മാല ധരിച്ചിരിക്കുന്നു, വനമാല ധരിച്ചിട്ടുണ്ട്. രക്തനേത്ര, അതിന്റെ ക്ഷീണം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ ചുമന്ന് തുടുക്കാൻ തുടങ്ങി. അങ്ങനെ മനോഹരമായ സ്വരൂപത്തോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? മഗ്നൻ മഗ്ന, ആ മന്ദരപർവ്വതമാവുന്ന കടകോലുകൊണ്ട് സമുദ്രത്തെ മഥിക്കുന്നവരായി തീർന്നു. അങ്ങനെ കണ്ടാൽ പ്രതിഗിരിരിവാശോഭത, വേറെ ഒരു ഗിരി അപ്പുറത്ത് നിൽക്കുന്നത് പോലെ ശോഭിച്ചു, മറ്റൊരു പർവ്വതത്തെ പോലെ. മന്ദരപർവ്വതത്തിന്റെ അടുത്ത് തന്നെ മറ്റൊരു പർവ്വതം നിൽക്കുന്നത് പോലെ ശോഭിച്ചു. കറുത്ത നിറത്തില്, സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മിന്നലുകളോടുകൂടിയ, കാതിലെ കുണ്ടലങ്ങളെ മിന്നലുകളോ പോലെ തോന്നുന്ന അങ്ങനെയുള്ള ഭഗവാനെ കണ്ടാൽ മന്ദരപർവ്വതത്തിന്റെ വശത്തായിട്ട് മറ്റൊരു പർവ്വതം നിന്ന് കടയുന്നത് പോലെ തോന്നും. അത്ര സുന്ദരമായ സ്വരൂപത്തിൽ ഭഗവാൻ നിന്ന് സമുദ്രത്തെ കടയാൻ തുടങ്ങി. അങ്ങനെ ഹാലാഹലം എന്നുള്ള വിഷം ഉത്ഭവിച്ചു. ആ വിഷം മുഴുവൻ ദിക്കുകളെയും മറച്ചു കളഞ്ഞു. ജീവജാലങ്ങൾക്കൊന്നും കണ്ണു കാണാൻ വയ്യാതെയായി. എല്ലാവരും പേടിച്ചരണ്ട് ഓടി ഒളിക്കാൻ തുടങ്ങി. എങ്ങോട്ട് ഓടിയാലും അവിടെ ഒക്കെ വിഷം.
ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും എന്ന് വേണ്ട സകല ജീവജാലങ്ങൾക്കും ജീവിക്കാൻ വയ്യാതെയായി തീർന്നു ഹാലാഹലം എന്നുള്ള ഈ വിഷം കൊണ്ട്. വീണ്ടും എല്ലാവരും കൂടി എന്ത് ചെയ്തു? പ്രജാമ സർവേ ശരണം തമവ്യയം, അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിച്ചു. ആ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരും അസുരന്മാരും കൂടി മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനെ ശരണം പ്രാപിച്ചപ്പോഴോ അദ്ദേഹം എന്ത് ചെയ്തു? വിലോക്യതം ദേവവരം ത്രിലോക്യ ഭവായ ദേവ്യാഭിമതം മുനീനാം ആസീനമദ്രാവവർഗഹേതോ തപോജുഷാണം സ്തുതിഭിഃ പ്രണേമുഃ. ആ മഹാദേവനെ കണ്ട് ഈ ത്രൈലോക്യത്തിനും അഭിവൃദ്ധി ഉണ്ടാവണം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി, മഹാദേവനെ സ്തുതിക്കാൻ തുടങ്ങി. ബ്രഹ്മാവും ദേവന്മാരും പ്രജാപതികളും എല്ലാവരും കൂടി ചേർന്ന് ആ ഭഗവാനെ മഹാദേവനെ സ്തുതിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് മാത്രമേ ഈ വിഷത്തെ സംഹരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങ് ഇതിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കണേ എന്ന് കൃപയാ ഭൃശപീഡിത സർവഭൂത സുഹൃദ്ദേവ ഇദമാഹ സതീം പ്രിയം. അവരുടെ വ്യസനം കണ്ട ആ ഭഗവാൻ കൃപയാ ഭൃശപീഡിത, കൃപയാ അദ്ദേഹത്തിന് കൃപ തോന്നി, കാരുണ്യം തോന്നി. സജ്ജനങ്ങളെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്കിൽ ഇത് ഭാഗവതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സർവഭൂത സുഹൃദ്ദേവ, അദ്ദേഹം സർവഭൂത സുഹൃത്താണ്. സജ്ജനങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? സജ്ജനങ്ങൾ സർവഭൂത സുഹൃത്തായിരിക്കണം. എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്താണ്. എല്ലാ ഭൂതങ്ങൾക്കും നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സജ്ജനങ്ങൾ. അത് എനിക്കെന്നല്ല, എന്റെ കുടുംബത്തിന് മാത്രമല്ല, എന്റെ ആളുകൾക്ക് മാത്രമല്ല, എന്റെ സുഹൃത്തുക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, അതെന്റെ ശത്രുക്കളായാലും മനുഷ്യരല്ലാത്ത മറ്റു യോനിയിൽ ജനിച്ച മൃഗങ്ങളായാലും സസ്യങ്ങളായാലും ചരാചരങ്ങളായാലും പർവ്വതങ്ങളായാലും നദികളായാലും എന്ന് വേണ്ട സകലത്തിനും നല്ലത് വരണം എന്നാഗ്രഹിക്കുന്നവരാണ് സർവഭൂത സുഹൃത്ത്. അങ്ങനെ ആയിത്തീരണം മനുഷ്യൻ എന്നാണ് ഭാഗവതം നമ്മോട് പറയുന്നത്. അങ്ങനെ എല്ലാ പ്രാണികളുടെയും ഹിതം ആഗ്രഹിക്കുന്ന ആ മഹാദേവൻ തന്റെ ഭാര്യയായ സതിയോട് പറഞ്ഞു, അല്ലയോ സതി, ഇവരുടെ വ്യസനം നീ കണ്ടില്ലേ? ഇവരുടെ സങ്കടം കണ്ടില്ലേ? ഇതിനെ നിഗ്രഹിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ, ഇതിനെ സംഹരിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഞാൻ ഈ കാളകൂടം അല്ലെങ്കിൽ ഹാലാഹലം എന്ന ഈ വിഷത്തെ ഞാൻ സ്വീകരിക്കാം, നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാൻ ആ വിഷത്തെ തന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. ആ വിഷം എല്ലാം കൂടി അദ്ദേഹത്തിന്റെ കണ്ഠം വരെ ചെല്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണല്ലോ തീർത്ഥം എന്ന് പറയുന്നത്, തൊണ്ട വരെ എത്തിയാൽ മതി, കുറച്ചു മതി. തീർത്ഥം ഉള്ളിലേക്ക് പോകാനുള്ളതോ ദഹിച്ച് പോകാനുള്ളതോ ഒന്നുമല്ല. തീർത്ഥം എന്ന് പറയുന്നത് കുറച്ചു മതി, തൊണ്ട വരെ എത്തിയാൽ മതി. ആ മഹാദേവന്റെ തൊണ്ട വരെ എത്താനേ ഉണ്ടായിരുന്നുള്ളൂ. പ്രപഞ്ചത്തെ മുഴുവൻ മൂടിക്കിടന്നിരുന്ന ആ ഹാലാഹലം, കാളകൂടം എന്ന വിഷം, ആ വിഷത്തെ അദ്ദേഹം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ അത് ഊറിക്കൂടി നീലകണ്ഠൻ എന്ന പേരുകൂടി, കാളകണ്ഠൻ എന്ന പേരുകൂടി അദ്ദേഹത്തിന് സിദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിഷത്തെ അദ്ദേഹം സംഹരിച്ച് പ്രപഞ്ചത്തെ മുഴുവൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. സർവഭൂത സുഹൃത്തായ ആ ഭഗവാൻ അങ്ങനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോഴോ വീണ്ടും അമൃതമഥനം പുരോഗമിക്കാൻ തുടങ്ങി. വളരെ ശക്തിയിൽ ഭഗവാന്റെ അംശം കൊണ്ട് തേജസ് വർദ്ധിച്ച ദേവന്മാരും അസുരന്മാരും വാസുകിയും ചേർന്ന് സമുദ്രത്തെ വീണ്ടും വീണ്ടും കടയാൻ തുടങ്ങി. അങ്ങനെ കടഞ്ഞപ്പോഴോ ആ സമുദ്രത്തിന്റെ ഉള്ളിൽ നിന്ന് പല പല ദിവ്യ വസ്തുക്കളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്തൊക്കെയാണ്? കാമധേനു എന്ന പശു ഉണ്ടായതിന്ന്, പാരിജാതം എന്ന ഒരു വൃക്ഷം അതിൽ നിന്നുണ്ടായി. പിന്നെ ഉച്ചൈശ്രവസ് എന്ന് പറയുന്ന ഒരു കുതിര, വെളുത്ത കുതിര അതിൽ നിന്നുണ്ടായി. ഐരാവതം എന്ന വിശിഷ്ടനായ 4 കൊമ്പുള്ള വെളുത്ത നിറത്തിലുള്ള ഒരു ആന അതിൽ നിന്നുണ്ടായി. ഇതൊക്കെ സമുദ്രത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന
ദിവ്യ വസ്തുക്കളാണ്. അതുകൊണ്ടാണല്ലോ സമുദ്രത്തെ രത്നഗർഭം എന്നൊക്കെ പറയാറ്. അത് രത്നാകരമാണ്, രത്നഗർഭമാണ്. ഒരുപാട് നിധി ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് സമുദ്രം. അതിനെ കടഞ്ഞാലേ ഇതിനെയൊക്കെ പുറത്തേക്ക് കിട്ടൂ. അങ്ങനെ സമുദ്രത്തെ കടഞ്ഞപ്പോഴും ഈ ദിവ്യ വസ്തുക്കളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇതൊക്കെ ദേവന്മാര് സ്വീകരിച്ചു. കാമധേനുവിനെ ദേവന്മാര് സ്വീകരിച്ചു. പിന്നെയോ പാരിജാതത്തെ ദേവന്മാര് സ്വീകരിച്ചു. ഉച്ചൈശ്രവസനെ ഇന്ദ്രൻ സ്വീകരിച്ചു. ഐരാവതത്തെ സ്വീകരിച്ചു. അസുരന്മാർ ഇതൊന്നും കണ്ട ഭാവം നടിച്ചില്ല. കാരണം അവർക്ക് വേണ്ടത് എന്താ? അമൃതാണ്, ലക്ഷ്യം വേണം. ദേവന്മാർ അതിനിടയ്ക്ക് കിട്ടിയതൊക്കെ അവര് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും സമുദ്രമഥനം പുരോഗമിച്ചപ്പോഴാണ് ആ സമുദ്രത്തിൽ നിന്ന് അതിസുന്ദരിയായ അതിമനോഹരമായ വേഷം ധരിച്ചുകൊണ്ട് അങ്ങേയറ്റം ലോകത്തെ മുഴുവൻ ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടി മഹാലക്ഷ്മി ദേവി അതിൽ നിന്ന് ഉയർന്നു വന്നു. ആ മഹാലക്ഷ്മി എങ്ങനെയാ വന്നത്? കയ്യിൽ താമരപ്പൂ ഒക്കെ ഏന്തി നിൽക്കുന്ന അതിസുന്ദരിയായ മഹാലക്ഷ്മി അതിൽ നിന്ന് ഉയർന്നു വന്നു. ലോകത്തെ മുഴുവൻ ഭ്രമിപ്പിക്കും ആ ദേവിയുടെ സൗന്ദര്യം. എല്ലാവരും ഭ്രമിച്ചു പോകും. അങ്ങനെ ദേവന്മാരും അസുരന്മാരും എന്ന് വേണ്ട എല്ലാ ലോകപാലന്മാരും ഭ്രമിച്ച് ആ ദേവിയെ വിവാഹം ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് ആ ദേവിയുടെ സ്വയംവരത്തിനായി എല്ലാവരും തയ്യാറെടുത്തു. പക്ഷേ ആ ദേവി ചുറ്റും നോക്കി, സകല ലോകപാലന്മാരെയും നോക്കിയിട്ടും അവരിൽ ആരെയും ആ ദേവിക്ക് ഓരോ കുറവ് കാണാൻ തുടങ്ങി. ഓരോരുത്തർക്കും ഓരോ കുറവാണ്. ചിലർക്ക് തപസ്സുണ്ടാവും, പക്ഷെ ഐശ്വര്യം ഉണ്ടാവില്ല. മറ്റു ചിലർക്ക് ഐശ്വര്യം ഉണ്ടാവും, തപസ്സുണ്ടാവില്ല. ഇങ്ങനെ ഓരോരുത്തരെയും നോക്കി. ഋഷിമാരെ നോക്കിയപ്പോൾ അവർക്ക് തപസ് ധാരാളം ഉണ്ട്, ഐശ്വര്യമൊന്നുമില്ല. ദേവന്മാരെ നോക്കിയപ്പോഴോ ഐശ്വര്യമുള്ളവരാണ്, തപസ്സില്ല. അസുരന്മാരാണെങ്കിലോ അവർക്ക് ഐശ്വര്യം ധാരാളം ഉണ്ട്, പക്ഷെ അവർ തപസ് ചെയ്യുന്നവരല്ല, സജ്ജനങ്ങളല്ല. നല്ല ഗുണങ്ങളൊക്കെ അവരിൽ കുറവാണ്. ഇങ്ങനെ ഓരോരുത്തരെയും നോക്കിയപ്പോഴും ആ ദേവിക്ക് ഓരോ കുറവ് കാണാൻ പറ്റി. അങ്ങനെ നോക്കി നോക്കി യാതൊരു കുറവുമില്ലാത്ത ഒരാളെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് മറ്റാരുമല്ല, സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെയാണ്. അദ്ദേഹത്തിന് മാത്രമാണ് യാതൊരു കുറവും ഇല്ലാത്തയാള്. ബാക്കി എല്ലാവർക്കും ഓരോ കുറവുണ്ടാവും, ഇല്ലേ? എത്ര തപസ്സുണ്ടെങ്കിലും മഹാദേവരെ കണ്ടാൽ ഒരു കുറവുണ്ടാവും. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹം ദിഗംബരനാണ്. ഇടയ്ക്കിടയ്ക്ക് ആനത്തോലാണ് എടുത്ത് കൊടുക്കുക, കാളപ്പുറത്താണ് സഞ്ചാരം. അത് മതി, കുറവാണല്ലോ. ബ്രഹ്മാവിനെ നോക്കിയപ്പോഴോ 4 തലയുണ്ട്, വാർദ്ധക്യമുണ്ട്. അദ്ദേഹത്തിന് മുകളിലേക്കുള്ള തല പണ്ട് നുള്ളി കളഞ്ഞതാണ്, അദ്ദേഹത്തിനുണ്ട് കുറവ്. ഇങ്ങനെ ഓരോരുത്തരെ നോക്കിയാലും കുറവാണ്. പക്ഷെ ഇതിലൊന്നും ഒരു കുറവും ഇല്ലാത്ത സത്വഗുണത്തിന്റെ ആധിക്യം ഒരേ ഒരാളിലേ ഉള്ളൂ, അത് മഹാവിഷ്ണുവിലാണ്. സത്വഗുണം കൊണ്ട് നിറഞ്ഞിട്ടുള്ള, സത്വഗുണം പൂർണ്ണനായിട്ടുള്ള ഒരേ ഒരു ദേവൻ മഹാവിഷ്ണുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബ്രഹ്മം എന്ന് നമ്മൾ സങ്കല്പിക്കുക. രജോ ഗുണത്തിന്റെയോ തമോ ഗുണത്തിന്റെയോ അംശം പോലും ഉണ്ടാവില്ല. സത്വഗുണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആളാണ് അദ്ദേഹം. ആ സത്വഗുണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാനെ തന്നെ ആ മഹാലക്ഷ്മി ഒരുപാട് ആലോചിച്ചിട്ട് വരിച്ചു, മാലയിട്ട് സ്വീകരിച്ചു. അങ്ങനെ മഹാലക്ഷ്മി മഹാവിഷ്ണു ഭഗവാനെ സ്വീകരിച്ചു. ദേവന്മാരും അസുരന്മാരും എല്ലാവരും മംഗളഘോഷങ്ങളൊക്കെ ഉയർത്തി. അങ്ങനെ അതിമനോഹരമായി ആ വിവാഹം പര്യവസാനിച്ചു. വീണ്ടും അമൃതമഥനം നടക്കുകയാണ്. വീണ്ടും മഥനം മുമ്പോട്ട് പോയി. അങ്ങനെ മഥനം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് മറ്റൊരു ദേവൻ, അതിവിശിഷ്ടനായ ഒരു ദേവൻ അതിൽ നിന്ന് ഉയർന്നു വന്നു. ധന്വന്തരി എന്ന പേരായ ഒരു പുരുഷൻ ആ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നു. അധാസീദ്വാരുണീ ദേവി കന്യാ അധോദധേർ മധ്യമാനാത് കാശ്യപൈരമൃതാർത്ഥിഭിഃ ഉദതിഷ്ഠൻ മഹാരാജ പുരുഷ പരമാത്ഭുതനായ ഒരു പുരുഷൻ ആ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നു. ദീർഘപീവരദോർദണ്ഡ. അദ്ദേഹത്തിന്റെ സ്വരൂപം എങ്ങനെയാണ്? ദീർഘപീവരം, ദീർഘങ്ങളും പീവരങ്ങളുമായ തടിച്ചതുമായ കൈകളോടുകൂടിയ, കമ്പുഗ്രീവ, ശംഖു പോലെ മനോഹരമായ കഴുത്തോടുകൂടിയ, അരുണേക്ഷണ, ചുമന്ന കണ്ണുകളോടുകൂടിയ,
ശ്യാമള തരുണസ്രഗ്വി, ശ്യാമള കറുത്ത നിറത്തോട് കൂടിയവനാണ്, തരുണഹ താരുണ്യമുള്ള യൗവനത്തിലുള്ള ഒരു ദേവൻ, സ്രഗ്വി അനവധി മാലകളൊക്കെ ധരിച്ചിട്ടുണ്ട്, സർവാഭരണഭൂഷിത നിറയെ ആഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന അതിമനോഹരമായ സ്വരൂപത്തോടു കൂടിയ ഒരു ദേവൻ ആ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നു. പീതവാസ മഹോരസ്ക സുമൃഷ്ടമണികുണ്ടല സ്നിഗ്ധകുഞ്ചിതവേശാന്ത സുഭഗ സിംഹ വിക്രമ അമൃതാപൂർണകലശം ബിഭ്രത്. അദ്ദേഹം അമൃതം കൊണ്ട് പൂർണ്ണമായ ഒരു കലശം, ഒരു കുടം, ബിഭ്രത് കയ്യിൽ ധരിച്ചിട്ടുണ്ട്. വലയഭൂഷിത വലയങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം വലയങ്ങളോടുകൂടി പ്രകാശ വലയത്തോടുകൂടി അലങ്കരിക്കപ്പെട്ട ഒരു കലശം അദ്ദേഹം കയ്യിൽ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം സവൈ ഭഗവത സാക്ഷാത് വിഷ്ണോരംശാംശ സംഭവ ധന്വന്തരിരിഖ്യാത ആയുർവേദ ദൃഗിജ്യഭാഗ്. അത് വിഷ്ണുവിന്റെ തന്നെ അംശാവതാരമായിരിക്കുന്ന ധന്വന്തരി എന്ന് പ്രശസ്തനായ ആയുർവേദ ദൃഗിജ്യഭാഗ്. ആയുർവേദം എന്ന ദർശനത്തിന്റെ ദൃക്കാണ്, ദ്രഷ്ടാവാണ്. ആയുർവേദ ദർശനത്തിന്റെ ദ്രഷ്ടാവായ ആ ഭഗവാനാണ് ധന്വന്തരി എന്ന ആ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. ധന്വന്തരി എന്ന ഈ മൂർത്തി അമൃതമാണ് അദ്ദേഹം കയ്യിൽ ധരിച്ചിരിക്കുന്നത്, ഇല്ലേ? അമൃതം എന്ന് പറയുന്നത് മൃതിയിൽ നിന്ന്, മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതാണ് അമൃതം, ഇല്ലേ? മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ് അമൃതം. അപ്പൊ എന്താണ് മരണം എന്ന് പറയുന്നത്? എന്താണ് മൃതി? എന്താണ് മരണം? മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിനാണ് അമൃതം എന്ന് പറയാം, ഇല്ലേ? മരണമില്ലാത്തതാണ് അമൃതം. അപ്പൊ എന്താണ് മൃതം, മരണം എന്ന് പറയാം? മരണം എന്നുള്ളതിന് എന്താ അർത്ഥം? ജീവൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചു പോവുക എന്നുള്ളതാണ് മരണം എന്ന അവസ്ഥ, ഇല്ലേ? ജീവൻ ശരീരത്തിൽ ഇത്രയും നാൾ ഇരിക്കുമ്പോ ഈ ശരീരം ചൈതന്യവത്തായിരിക്കുന്നു. എപ്പോഴാണോ ജീവൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്, അപ്പൊ ശരീരം ചൈതന്യമില്ലാത്തതാവും, ജഡമായി മാറും. അതിനെയാണ് നമ്മൾ മരണം എന്ന് വിളിക്കുക, അല്ലേ? അങ്ങനെയാണ് മരണം. ആ മരണം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാലോ, ഈ ജീവൻ എപ്പോഴും ചൈതന്യമുള്ളതായി നിലനിൽക്കുക എന്ന് തന്നെ അർത്ഥം. ജീവൻ ചൈതന്യത്തോടു കൂടി നിലനിൽക്കുന്നതാണ് ശരീരത്തിന്റെ അവസ്ഥ. ശരീരം എന്ന് പറയുന്ന ബാഹ്യമായ ഈ ഭാഗം പൊഴിഞ്ഞു പോകും, പക്ഷേ ജീവൻ ചൈതന്യവത്തായി തന്നെ നിലനിൽക്കും. അപ്പൊ മരണം എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ അവസാനമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം അന്തമാണ്, അവസാനമാണ്. പക്ഷെ മരണം അവസാനമല്ല. മരണം കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കണ്ട, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കണ്ട. അപ്പൊ അമൃതം കുടിച്ചാൽ എന്താണ് ഫലം? മരിക്കാതിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരമില്ലാതാവും അല്ല, ശരീരമല്ല, പിന്നെയോ ആ ചൈതന്യവത്തായ ജീവൻ ചൈതന്യത്തോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അമൃതം എന്നുള്ളതിന്റെ അർത്ഥം. പരമാത്മ ചൈതന്യത്തോടു കൂടി തന്നെ നിലനിൽക്കാനാവുക, അതിനു വേണ്ടിയിട്ടാണ് അമൃതം. മരണമില്ലാതെ ആവാൻ വേണ്ടിയല്ല, മരിക്കാതിരിക്കാൻ വേണ്ടിയല്ല, ഈ ശരീരം തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയല്ല. ശരീരം എത്ര എന്തൊക്കെ ചെയ്താലും, ഏത് മരുന്ന് കഴിച്ചാലും, ഏതൊക്കെ ചികിത്സ ചെയ്താലും ശരീരം കുറച്ചു കഴിയുമ്പോൾ ജീർണിക്കാൻ തുടങ്ങും, അത് നശിക്കുകയും ചെയ്യും, അത് തീർച്ചയായും. കാരണം ഭാവവികാരങ്ങളിൽ ഏത് നാശമാണ്? ശരീരം ഉണ്ടായതാണ്, ഉണ്ടായ ശരീരം തീർച്ചയായിട്ടും നശിക്കും, യാതൊരു സംശയമില്ല. പക്ഷെ ശരീരം നശിച്ചാലും അതിന്റെ ഉള്ളിലുള്ള ജീവൻ പരമാത്മാവിനോട് ചേർന്ന് ജീവൻ മുക്തനായി തീരുക എന്നുള്ളതാണ് അമൃതത്തിന്റെ അർത്ഥം. അപ്പൊ അമൃതം എന്തിനാണ് പാനം ചെയ്യുന്നത്? അമൃതം എന്ന് പറയുന്നത് കുടിക്കാൻ ഉള്ള ഒരു മരുന്ന് മാത്രമല്ല, പിന്നെയോ അത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വേണ്ട ഒന്നാണ്. ജീവിതത്തിൽ എപ്പോഴും ചെയ്യേണ്ട തപസ്സാണ് അമൃതം. ആ തപസ് കൊണ്ട്, ആ ഈശ്വര ചിന്ത കൊണ്ട് ഈ ജീവൻ പരമാത്മാവിനോട് ചേർന്ന് അമൃതനായി മരണമില്ലാത്തതായി നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് അമൃതം പാനം ചെയ്യേണ്ടത്, ശരീരം നശിക്കാതിരിക്കാനല്ല. അങ്ങനെയുള്ള അമൃതം കൊണ്ടാണ്
ധന്വന്തരി എന്ന ഭഗവാന്റെ അംശാവതാരം ഇതാ ഉയർന്നു വന്നിരിക്കുന്നത്. ആ ധന്വന്തരിയെ പ്രാർത്ഥിക്കേണ്ടത്, ധന്വന്തരിയെ ഉപാസിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? മരണം, ശരീരമില്ലാതെയാവാനോ ശരീരം ജീർണിക്കാതിരിക്കാനോ വേണ്ടിയല്ല, പിന്നെയോ സാക്ഷാൽ ബ്രഹ്മചൈതന്യത്തെ അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ്. ആ ബ്രഹ്മചൈതന്യത്തെ അനുഭവിച്ച് ജീവൻ മുക്തനായി തീരാൻ, അങ്ങനെ അമരത്വം നേടാൻ വേണ്ടിയാണ് ആ ധന്വന്തരിയെ ഉപാസിക്കേണ്ടത്, ആ ധന്വന്തരിയെ തപസ് ചെയ്യേണ്ടത്. ധന്വന്തരിയുടെ മന്ത്രം ഒരുപക്ഷെ നമുക്കെല്ലാം അറിയാമായിരിക്കില്ലേ? ഇല്ലെങ്കിൽ എന്റെ കൂടെ ഒരുമിച്ച് ചൊല്ലാം. ആ ധന്വന്തരിയെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ധന്വന്തരയേ അമൃതകലശഹസ്തായ, സർവാമയ വിനാശായ, ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ഈ മന്ത്രം ആവർത്തിച്ച് ചൊല്ലി ധന്വന്തരിയെ ഉപാസിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അമരത്വത്തെ നേടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുള്ള അമരത്വം? ശരീരം കൊണ്ടുള്ള അമരത്വം അല്ല, പിന്നെയോ ജീവൻ മുക്തത്വം എന്ന അമരത്വത്തെ, ആ ബ്രഹ്മാനുഭൂതിയെ നേടാൻ ആ ധന്വന്തരിയെ ഉപാസിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ധന്വന്തരി മൂർത്തി ഇതാ അമൃത കലശം കൊണ്ട് ആയുർവേദ ദൃഗിജ്യഭാക്കായിട്ടുള്ള ധന്വന്തരി അവിടെ അവതരിച്ച് കണ്ടപ്പോ തന്നെ അസുരന്മാർ എന്ത് ചെയ്തു? ആ അമൃത കലശത്തെ ലിപ്സന്ത കലശം തരസാഹരൻ, ആ അമൃത കലശത്തെ അഹരൻ, തരസാ അഹരൻ, പെട്ടെന്ന് തട്ടിയെടുത്തുകൊണ്ട് ഓടിപ്പോയി. കാരണം അവർക്ക് വേണ്ടത് അമൃതമാണ്. ആ അമൃതത്തെ നേടാൻ വേണ്ടി അവരത് തട്ടിയെടുത്തുകൊണ്ട് പോയി. വീണ്ടും ദേവന്മാര് പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യണം? സർവേ വയം ശരണം വ്രജാമഹ തമവ്യയം. ആ അദ്ദേഹത്തെ തന്നെ, ആ മഹാവിഷ്ണുവിനെ തന്നെ വീണ്ടും ശരണം പ്രാപിച്ചു. നോക്കൂ, എത്ര തവണ ദേവന്മാർ അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്നില്ലേ? ഓരോ തവണ ദുഃഖം ഉണ്ടാവുമ്പോഴും, ഓരോ പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും വീണ്ടും ആ മഹാവിഷ്ണുവിനെ തന്നെയാണ് അഭയം പ്രാപിക്കുക. നമുക്കും ഇത് തന്നെ വഴിയുള്ളൂ എന്ന് ദൃഷ്ടാന്തം കാണിക്കാൻ. അങ്ങനെ വീണ്ടും ആ ഹരിയെ തന്നെ ശരണമായ യുഹു ശരണം പ്രാപിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ആ ദൈന്യഭാവത്തെ കണ്ടിട്ട് എന്റെ മായാപ്രഭാവം കൊണ്ട് നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ സാധിച്ചു തരാമെന്ന് അവരെ സമാധാനിപ്പിച്ചിട്ടോ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു? അസുരന്മാര് നോക്കുമ്പോ അവര് കലശം കൊണ്ടുപോയി അവര് പരസ്പരം കലഹം ഉണ്ടാവാൻ തുടങ്ങി. ഞാനാണ് ആദ്യം തട്ടിയെടുത്തോണ്ട് വന്നത്, ഞാനാണ് കൂടുതൽ നേരം കടഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ആദ്യം കിട്ടണം എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്താണ് ഭഗവാൻ ഏതസ്മിന്നന്തരേ വിഷ്ണു സർവോപായ വിധീശ്വര. അദ്ദേഹം സർവോപായ വിത്താണ്. എല്ലാ ഉപായങ്ങളും എല്ലാ നയങ്ങളും അറിയാവുന്ന ആളാണ് ആ ഈശ്വരൻ മഹാവിഷ്ണു. അദ്ദേഹം യോഷിദ്രൂപമനിർദ്ദേശ്യം ദധാര പരമാത്ഭുതം. അദ്ദേഹം ഒരു യോഷിത് രൂപം, സ്ത്രീ രൂപത്തെ സ്വീകരിച്ചു. എങ്ങനെയുള്ള? അനിർദ്ദേശ്യം, വർണ്ണിക്കാൻ പോലും പറ്റാത്ത, ഒരു മനുഷ്യനും വർണ്ണിക്കാൻ പറ്റാത്തത്ര സൗന്ദര്യത്തോടു കൂടിയ ഒരു സ്ത്രീ രൂപത്തെ സ്വീകരിച്ചു ആ ഭഗവാൻ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ഭഗവാൻ തട്ടിയെടുക്കലേ ഇത്, സൂത്രത്തിൽ അമൃതത്തെ തട്ടിയെടുത്തോണ്ട് വരിക, ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ഇതിനൊക്കെ ഉള്ള ഉത്തരം നേരത്തെ പറഞ്ഞു ഭഗവാൻ തന്നെ. കൂപഘാനക ന്യായം എന്ന് പറഞ്ഞു അല്ലേ? കിണർ കുഴിക്കുമ്പോ ചെളിയും പൊടിയും ഒക്കെ ദേഹത്ത് പറ്റും, ആ വെള്ളം കൊണ്ട് തന്നെ ഇതൊക്കെ കഴുകിക്കളയാൻ പറ്റും. അതേപോലെ ഈ അമൃതം ലഭിച്ചു കഴിഞ്ഞാൽ ഈ അമൃതം കൊണ്ട് തന്നെ ഈ ദോഷങ്ങളെ എല്ലാം ഇല്ലാതെയാക്കാമെന്ന് ഉപായം അറിയാവുന്ന ആളാണ് അദ്ദേഹം. സർവോപായ വിധീശ്വര. ആ ഉപായത്തെ അറിയാവുന്ന അദ്ദേഹം ഒരു സ്ത്രീ രൂപത്തെ, അത്ഭുതകരമായ ഒരു സ്ത്രീ രൂപത്തെ സ്വീകരിച്ചു. എങ്ങനെയുള്ള സ്ത്രീ രൂപം? പ്രേക്ഷണീയോത്പലശ്യാമം സർവാവയവ സുന്ദരം സമാനകർണാഭരണം സുഖപോലോന്നസാനനം നവയൗവന നിർവൃത്ത സ്തനഭാര കൃശോദരം മുഖാമോദാനുരക്താളി ഝങ്കാരോദ്വിഗ്നലോചനം. ഇങ്ങനെ
ഇങ്ങനെയുള്ള പദ്യങ്ങളൊക്കെ കൊണ്ട് വർണ്ണിക്കുകയാണ്. എങ്ങനെയൊക്കെയുള്ള പ്രേക്ഷണീയോത്പലശ്യാമം, കാണാൻ സുന്ദരമായിരിക്കുന്ന ഉത്പലം പോലെ, നീലക്കൂവളപ്പൂ പോലെ, നീലത്താമര പോലെ മനോഹരമായ നിറത്തോടുകൂടിയ സർവ അവയവ സുന്ദരം, ഓരോ അവയവവും പ്രത്യേകം സുന്ദരാണ്, ഓരോന്നിനും സൗന്ദര്യമുണ്ട്. എല്ലാം കൂടിയുള്ള സൗന്ദര്യം മാത്രമല്ല, കണ്ണുകള് അതിന് പ്രത്യേകം സൗന്ദര്യം, മൂക്ക് അതിന് പ്രത്യേകം സൗന്ദര്യം, ഇങ്ങനെ ഓരോന്നിനും സമാന കർണാഭരണം, തുല്യ രൂപങ്ങളായ കർണങ്ങൾ, ഒരേപോലെ ഇരിക്കുന്ന രണ്ട് ചെവികൾ, അത് സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്. ആ ചെവികളിലൊക്കെ അണിഞ്ഞിരിക്കുന്ന ആഭരണം, കർണാഭരണം, സുഖപോലം മനോഹരമായ കവിളുകള്, ഉന്നസാനനം ഉയർന്ന മൂക്ക്, ഇതൊക്കെ സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ അവയവം എടുത്തു കഴിഞ്ഞാൽ വേറെ വേറെ സൗന്ദര്യം, ഇതെല്ലാം കൂടി ചേർന്നാലോ അത് അതിനേക്കാൾ സുന്ദരമായ സ്വരൂപം. അങ്ങനെയുള്ള സുന്ദരമായ സ്വരൂപത്തോടു കൂടി ഈ സ്ത്രീ രൂപം കണ്ടപ്പോഴോ പ്രപഞ്ചത്തെ മുഴുവൻ ആകർഷിക്കത്തക്ക ആ രൂപത്തിന് അസുരന്മാരെ പ്രത്യേകം ആകർഷിച്ചു. അല്ലേ? ഈ നാരായണീയത്തില് ഭഗവാന് പേരിടുന്ന സമയത്ത് ഗർഗ മഹർഷി തന്നെ പറയുന്നു, എല്ലാ പ്രപഞ്ചത്തെ മുഴുവൻ ആകർഷിക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് കൃഷ്ണൻ എന്ന് പേര് കൊടുത്തത് തന്നെ, അല്ലേ? അപ്പൊ ഈ മഹാവിഷ്ണുവിന് പ്രപഞ്ചത്തെ മുഴുവൻ ആകർഷിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അസുരന്മാരെ ആകർഷിച്ചു കഴിഞ്ഞപ്പോഴോ അസുരന്മാർ ഈ അമൃതം കൊണ്ടുപോയി ആ സ്ത്രീയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, നീ തന്നെ ഞങ്ങൾക്ക് ഇതൊന്ന് വീതിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോ ആ സ്ത്രീ പറഞ്ഞു, ആ മോഹിനി രൂപത്തിലുള്ള ഭഗവാൻ പറഞ്ഞു, അസുരന്മാർക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ, ദേവന്മാരും അസുരന്മാരും കൂടിയല്ലേ കടഞ്ഞത്, അതുകൊണ്ട് രണ്ടുപേർക്ക് ഞാൻ തുല്യമായി വീതിച്ചു തരാം. ഇത് കേട്ട അസുരന്മാര് ഒന്നും മിണ്ടാതെ അത് സമ്മതിച്ചു. എല്ലാവരും നിരനിരയായിട്ടിരിക്കുന്നു. ഭഗവാൻ ദേവന്മാർക്ക് മാത്രം അമൃത് വിളമ്പി കൊടുക്കുന്നു. ഇത് കണ്ട അസുരന്മാർക്ക് ഉള്ളിൽ ദേഷ്യമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഭഗവാനോടുള്ള ആകർഷണം കൊണ്ട് ഒന്നും പറയാൻ വയ്യാതെ, മിണ്ടാൻ വയ്യാതെ അവരിരുന്നു പോയി. ഭഗവാനോടുള്ള ആകർഷണം കൊണ്ട്, ആ മോഹിനി രൂപത്തോടുള്ള ആകർഷണം കൊണ്ട് എതിർത്ത് പറയാൻ പോലും ശക്തിയില്ലാതെ അസുരന്മാർ അവിടെ മിണ്ടാതെ ഇരുന്നു. ഈ സമയം ഭഗവാൻ ദേവന്മാർക്ക് അമൃത തുല്യമായി വീതിച്ചു കൊടുത്തു. അങ്ങനെ ദേവന്മാര് ഈ അമൃതത്തെ മുഴുവൻ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അമൃതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴോ അസുരന്മാരെല്ലാവരും കൂടി വഴക്കുണ്ടാക്കാൻ തീരുമാനിച്ചു. എങ്ങനെ അതിന് മാത്രമായിട്ട് കൊടുത്തു, ദേവന്മാർക്ക് മാത്രം എന്തിനാ കൊടുത്തേ, ഞങ്ങൾക്ക് എന്താ തരാഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോ ഭഗവാൻ, മോഹിനി രൂപത്തിലുള്ള ഭഗവാൻ കടക്കണ്ണുകൾ കൊണ്ട് അവരെ കടാക്ഷിച്ച് അവരെ ആകർഷിച്ചിട്ട് ചോദിച്ചു, കഥം കശ്യപദായാദാ പുംശല്യം മയി സംഗതാ വിശ്വാസം പണ്ഡിതോ ജാതോ കാമിനീഷു നയാതി. എങ്ങനെയാണ് എന്നെ വിശ്വസിക്കാൻ തോന്നിയത്? കഥം കശ്യപദായാദാ, അല്ലയോ കശ്യപുത്രന്മാരെ, നിങ്ങൾക്ക് ഈ പുംശലിയായ എന്നെ എങ്ങനെ വിശ്വസിക്കാൻ തോന്നി? അതുകൂടി കേട്ടപ്പോ അവർക്ക് ഒന്നുകൂടി വിശ്വാസമായി. അങ്ങനെ ചോദിക്കുമ്പോ സുന്ദരിയായ സ്ത്രീയുടെ കടക്കണ്ണു കൊണ്ടുള്ള നോട്ടവും ഈ ചോദ്യം കൂടി ആയപ്പോ അസുരന്മാർ ഒന്നുകൂടി വിശ്വസിച്ചു പോയി. അങ്ങനെ അസുരന്മാർക്ക് അമൃത കിട്ടാതെ ആയപ്പോഴേക്കും അവർക്ക് ദേഷ്യമായി. അവർ വീണ്ടും യുദ്ധത്തിനൊരുങ്ങി. മഹാബലിയുടെ നേതൃത്വത്തില് ദേവന്മാരും അസുരന്മാരും കൂടി വീണ്ടും യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. അമൃതം ഭക്ഷിച്ചതിന്റെ ഊർജം ദേവന്മാർക്കുണ്ടായി. അങ്ങനെ ദേവന്മാര് വർദ്ധിത വീരന്മാരായി യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഭഗവാൻ കൂടി അവരുടെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. അങ്ങനെ ഭഗവാന്റെ കൂടി സഹായം കൊണ്ട് ദേവന്മാര് അസുരന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തി. അങ്ങനെ പരാജയപ്പെടുത്തിയിട്ട് ആ അമൃതപാനം ചെയ്തതിന്റെ പ്രയോജനം ദേവന്മാർക്ക് മുഴുവൻ കിട്ടാനുള്ള ഒരവസ്ഥ ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തു. ഇത്രയുമാണ് ഈ അമൃതമഥനം എന്നുള്ള ഈ കഥയുടെ ഒരു സ്വരൂപം പറഞ്ഞു തീർക്കാവുന്നത്. ഏവം സുരാസുരഗണാ സമദേശകാലഹേത്വർത്ഥകർമ്മമതയോപി ഫലേ വികൽപാഃ തത്രാമൃതം സുരഗണാ ഫലമഞ്ജസാപുർ യത്പാദ പങ്കജരജശ്രയണാൻ നദൈത്യാഃ. ഈ കഥയുടെ തത്വം, എന്തിനാണ് ഈ കഥ മുഴുവൻ പറഞ്ഞത്? ഒറ്റ വരിയിലാണ് പറഞ്ഞത്, യത്പാദ പങ്കജരജശ്രയണാൻ നദൈത്യാഃ. എന്തുകൊണ്ട് ദേവന്മാർക്ക് അമൃത് കിട്ടി, എന്തുകൊണ്ട് അസുരന്മാർക്ക് ഇത് കിട്ടിയില്ല? അതിനൊറ്റ കാരണമേ ഉള്ളൂ,
ദേവന്മാർ എന്ത് ചെയ്തു? പങ്കജരജശ്രയണാത്, ദേവന്മാർ അദ്ദേഹത്തിന്റെ പാദപങ്കജത്തെ ആശ്രയിച്ചു. ആ മഹാവിഷ്ണുവിന്റെ പാദപങ്കജത്തെ ആശ്രയിക്കാൻ ദേവന്മാർ തീരുമാനിച്ചു. അസുരന്മാരോ അത് ചെയ്തില്ല. ഏതൊരു കർമ്മവും ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ എന്തേ ഉള്ളു വഴി? പാദപങ്കജരജശ്രയണാത്, ആ മഹാവിഷ്ണുവിന്റെ പാദപങ്കജങ്ങളെ ആശ്രയിക്കുക, അദ്ദേഹത്തിന്റെ സഹായം സ്വീകരിക്കുക. ഏതൊരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായാലും, ഏത് കർമ്മം ജീവിതത്തിൽ ചെയ്യാൻ ഒരുമ്പെടുമ്പോഴും, ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും എന്ത് ചെയ്യുക? യത്പാദപങ്കജരജശ്രയണാത്, അദ്ദേഹത്തിന്റെ പാദപങ്കജങ്ങളെ മനസ്സിൽ സദാ പ്രതിഷ്ഠിക്കുക. അത് വിചാരിച്ചുകൊണ്ട്, അത് സങ്കല്പിച്ചുകൊണ്ട് തന്നെ കർമ്മത്തിനിറങ്ങുക. ആ കർമ്മത്തിന് ഫലം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ അല്ലെങ്കിലോ അത് ഉണ്ടാവില്ല എന്ന ദൃഷ്ടാന്തമാണ് ഈ അമൃതമഥനം എന്നുള്ള കഥ. യാതൊരു സംശയവുമില്ല, അദ്ദേഹത്തെ ആശ്രയിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഫലവത്താവില്ല. പാലാഴിയാണ് മഥനം ചെയ്തത് അല്ലേ? പാൽക്കടലാണ്, ക്ഷീര സമുദ്രമാണത്. പാല് കൊണ്ടുള്ള ഒരു സമുദ്രം, ഒന്ന് ആലോചിച്ച് നോക്കൂ. പാല് കൊണ്ടുള്ള ഒരു സമുദ്രം. പാൽ എന്ന് പറയുന്നത് എത്ര വിശിഷ്ടമായ ഒരു വസ്തുവാണ് ലോകത്ത്. ഏറ്റവും വിശിഷ്ടമായ വസ്തുവായിട്ടാണ് പാലിനെ കണക്കാക്കാറ്. അതുകൊണ്ട് പൂജകളിലായാലും യജ്ഞത്തിലായാലും യാഗത്തിലായാലും ഒക്കെ പാൽ എന്ന് പറയുന്നത് ഒരു വിശിഷ്ടമായ മേധ്യമായ ഒരു യജ്ഞഭാഗമാണ് ഇല്ലേ? പാല് ഹോമിക്കുക എന്ന് പറയുന്നത്, പാല് നിവേദിക്കുക എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമാണ്. നമുക്കും അറിയാം, പാല് കുടിക്കുക എന്ന് പറയുന്നതിന് ധാരാളം പ്രയോജനങ്ങളുണ്ട് ഇല്ലേ? പാല് കുടിക്കുക എന്ന് പറയുന്നത്, പാലില് ധാരാളം കാൽസ്യം, പ്രോട്ടീൻ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് പാല് നമ്മളുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും എന്താ പറയണ്ടേ, ഊർജം നിറഞ്ഞിരിക്കുന്ന ഒരു ഭക്ഷണം തന്നെയാണ് പാൽ എന്ന് പറയുക, മേധ്യമാണ്. ആ പാലിലേക്ക് ഒരു തുള്ളി തൈര് വീണാൽ മതി അത് മുഴുവൻ കേടാവാൻ, മോശമാവാൻ. ഒരു തുള്ളി മതി ഇല്ലേ? ഒരു തുള്ളി മതി. ഈ പാലാഴി എന്ന് പറയുന്ന സമുദ്രത്തിന്റെ പ്രത്യേകത തന്നെയാണ്. അതിലേക്ക് ഒരു തുള്ളി തൈര് വീണാൽ അത് മുഴുവൻ ചീത്തയാവും. മനുഷ്യന്റെ മനസ്സ് പോലെ തന്നെയാണ്. മനുഷ്യന്റെ അന്തഃകരണം പാലാഴിയാണെന്ന് സങ്കല്പിച്ചു. ആ പാല് കൊണ്ട് നിറഞ്ഞതാണ്. അതിന് ധാരാളം നല്ല ഗുണങ്ങളുണ്ട്. ഈ മനസ്സാണ് ഈശ്വര ആരാധനയ്ക്ക് നമ്മളെ സഹായിക്കുക. ഈ മനസ്സാണ് നമ്മളെ ഏത് കർമ്മം ചെയ്യാനും നമ്മളെ അതിലേക്ക് നിയോഗിക്കുന്നത്. ഇതേ മനസ്സാണ് ഇല്ലേ? എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടുന്നതും ഇതേ മനസ്സിലാണ്. എല്ലാ അറിവുകളും ഉണ്ടാവുന്നതും ഇതേ മനസ്സിലാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും അവര് നേടുന്ന വിഷയങ്ങളെ മുഴുവൻ മനസ്സിലേക്കാണ് കൊണ്ടുതരിക. മനസ്സെന്ന് പറയുന്നത് അത്ര വിശിഷ്ടമായ ഒരു ഇന്ദ്രിയമാണ്, അന്തരിന്ദ്രിയമാണ്. അത്ര വിശിഷ്ടമായ ഈ അന്തരിന്ദ്രിയത്തെ ചീത്തയാക്കാൻ ഒരു ചെറിയ തൈരിന്റെ തുള്ളി മതി. ഒരു ചെറിയ തൈരിന്റെ തുള്ളി മതി ഇത് മുഴുവൻ ചീത്തയായി പോകാൻ ഇല്ലേ? അതുകൊണ്ട് ഈ മനസ്സിനെ ചീത്തയാക്കാതെ നിലനിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ദ്രിയങ്ങളിൽ കൂടി വരുന്ന സകല വിഷയങ്ങളും ഈ മനസ്സിനെ ഇങ്ങനെ മലീമസമാക്കിക്കൊണ്ടേയിരിക്കും. അതിനെ അങ്ങനെ ആക്കാതെ ശുദ്ധമാക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഈശ്വര ഭജനം മാത്രമേ ഉള്ളൂ. വില്ലുമംഗലത്തിന്റെ മനോഹരമായ ഒരു ശ്ലോകം ഉണ്ടല്ലോ, മാര മാര മമദീയ മാനസേ മാധവൈക നിലയേ ദൃച്ഛയാ ഹേരമാരമണവാര്യതാമസൗ കസ്സഹേത നിജവേശ്മലംഘനം. അല്ലയോ ഭഗവാനെ, എന്റെ മനസ്സെന്ന് പറയുന്നത് അങ്ങയുടെ വാസസ്ഥാനമാണ്. അങ്ങയുടെ വാസസ്ഥാനമാണ് എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സ് അങ്ങയുടെ വീടാണ്. അങ്ങനെയുള്ള വീട്ടിൽ ധാരാളം കള്ളന്മാര് കയറാൻ സാധ്യതയുണ്ട് ഇല്ലേ? മതം, മാത്സര്യം, അസൂയ, കുശുമ്പ്, ദേഷ്യം, കാമം, ക്രോധം മുതലായ എത്ര കള്ളന്മാരാണ് ഈ വീട് കുത്തി തുറക്കാൻ വേണ്ടി ചുറ്റും നിൽക്കുക. ഓരോ ദിവസവും ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഈ കള്ളന്മാര് ഈ വീടിനെ കുത്തി തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അതിനെ തടയുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? വീടിന്റെ ഉത്തരവാദിത്തമല്ല, വീടിന്റെ ഉടമസ്ഥന്റെ ഉത്തരവാദിത്തമാണ്. ഇല്ലേ? എന്റെ മനസ്സ് അങ്ങയുടെ വീടാണെങ്കിൽ അങ്ങയുടെ ഉത്തരവാദിത്തമാണ് ഇതിനെയൊക്കെ തള്ളിക്കളയുക, ഇതിനെയൊക്കെ ആട്ടി അകറ്റുക എന്ന് പറയുന്നത് അങ്ങയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അങ്ങ് അത് ചെയ്യണേ ഭഗവാനെ. അങ്ങനെ ഭഗവാനെ മനസ്സിൽ ഇരുത്താൻ തുടങ്ങിയാലോ ഈ കാമത്തിനോ ക്രോധത്തിനോ ദ്വേഷ്യത്തിനോ മതത്തിനോ ഒന്നും മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. അപ്പൊ മനസ്സിനെ ശുദ്ധമാക്കാൻ എന്താണ് വഴി? ഈശ്വര പ്രേമം കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. ഈശ്വര പ്രേമം കൊണ്ട് മനസ്സിനെ നിറച്ചാൽ അതിലേക്ക് മറ്റുള്ള അനാവശ്യ ചിന്തകൾക്ക് കടന്നു വരാൻ സ്ഥലമില്ലാതെ ആവും. അങ്ങനെ ഈ പാലാഴിയെ ശുദ്ധമാക്കി നിലനിർത്തുക. മനസ്സെന്നുള്ള ഈ പാലാഴിയെ ശുദ്ധമാക്കി നിലനിർത്തുക. അങ്ങനെ നിലനിർത്തിയാൽ മാത്രം പോരാ, പിന്നെയോ എന്താണ് ഈ മനസ്സിന്റെ അല്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ നമ്മുടെയൊക്കെ ജന്മത്തിന്റെ കാരണം എന്താണ് എന്ന് ആലോചിക്കണം, ചിന്തിക്കണം. ഇല്ലേ? പരമപുരുഷാർത്ഥം എന്ന് പറയും, ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? മോക്ഷമാണ്, കൈവല്യമാണ്. എല്ലാത്തരം ദുഃഖങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. അതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. പരമമായ ലക്ഷ്യം എന്താണ്? മോക്ഷമായിരിക്കണം. ആ മോക്ഷം നേടണമെങ്കിൽ എന്ത് വേണം? ഈ പാലാഴിയെ, മനസ്സെന്നുള്ള ഈ പാലാഴിയെ മഥനം ചെയ്യണം, തപസ് ചെയ്യണം, ആലോചിക്കണം. മന്ദരപർവ്വതം കൊണ്ട് കടയുക എന്ന് പറഞ്ഞാലോ, മനസ്സിനെ കടയാൻ എന്ത് വേണം? മനസ്സിനെ കൊണ്ട് ചിന്തിക്കണം, ആലോചിക്കണം, തപസ് ചെയ്യണം. തപസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ചിന്തിക്കുക എന്നാണ്, ചിന്ത എന്നാണ്, ആലോചന, ഇല്ലേ? അപ്പോ മറ്റെല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ഈശ്വര പ്രേമം കൊണ്ട് ശുദ്ധമാക്കി തീർത്താൽ പിന്നെ എന്ത് ചെയ്യണം? ആ മനസ്സുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യണം, ഈശ്വരനെ കുറിച്ച് വിചിന്തനം ചെയ്യണം. അങ്ങനെ വിചിന്തനം ചെയ്യാൻ തുടങ്ങുമ്പോഴോ ധാരാളം ബുദ്ധിമുട്ടുകൾ വരും, പ്രതിസന്ധികൾ വരും. ഇല്ലേ? മന്ദരപർവ്വതം താഴ്ന്നു പോവാം, ഹാലാഹൽ എന്ന് പറയുന്ന വിഷം പുറത്തേക്ക് വരാം. ഈ മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെ വിഷം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഇല്ലേ? എത്ര വിഷങ്ങളാണ് ഇതിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എത്ര പേരോടുള്ള ദേഷ്യം, എത്ര പേരോടുള്ള കോപം, എന്തൊക്കെ അഹങ്കാരങ്ങൾ, ഇതെല്ലാം നിറച്ചു വെച്ചിരിക്കുകയാണ് ഈ മനസ്സിൽ. കടയുമ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരും. ആദ്യം പുറത്തേക്ക് വരാൻ പോകുന്നത് ഒരുപക്ഷെ അതായിരിക്കും. നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴേ, തപസ് ചെയ്ത് തുടങ്ങുമ്പോഴേ പുറത്തേക്ക് വരാൻ പോകുന്നത് ഈ വിഷങ്ങളായിരിക്കും, ഹാലാഹലങ്ങളായിരിക്കും. ഈ വിഷത്തെ ഒക്കെ പാനം ചെയ്യാൻ അതേ ഭഗവാന് തന്നെ സാധിക്കുള്ളൂ, വേറെ ആരെ കൊണ്ട് സാധിക്കും? ഓരോ പ്രതിസന്ധി വരുമ്പോഴും എന്താ ചെയ്യേണ്ടത്? വ്രജാമ സർവേ ശരണം തമവ്യയം. അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിക്കുക, വീണ്ടും ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കുക. ഇതിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ടൊന്നും കഴിവില്ല, ഈ വിഷത്തെ അടക്കാൻ നമ്മളെ കൊണ്ട് കഴിവില്ല, ഈ ചീത്ത ചിന്തകളെ മനസ്സിൽ നിന്ന് ആട്ടി അകറ്റാൻ നമ്മളെ കൊണ്ട് മാത്രം കഴിയില്ല. പിന്നെ എന്താ ചെയ്യുക? വീണ്ടും അദ്ദേഹത്തെ ശരണം പ്രാപിക്കുക. അങ്ങനെ ശരണം പ്രാപിക്കുമ്പോൾ ഈ ചിന്തകളൊക്കെ തന്നെ താനെ അകന്നു പോകും. അങ്ങനെ വീണ്ടും ഓരോ പ്രതിസന്ധിയിലും ഭഗവാനെ തന്നെ ആശ്രയിച്ച് അപ്പൊ എന്ത് ചെയ്യും? അതേ ഭഗവാൻ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അദ്ദേഹം അജിതൻ എന്ന രൂപത്തിൽ എവിടെയൊക്കെ? ആത്മനി, ഉള്ളിലും, പിന്നെ ഗോത്രനേത്രയോഹോ, പർവ്വതത്തിന്റെ ഉള്ളിലും ചരടിന്റെ ഉള്ളിലും ദേവന്മാരിലും അസുരന്മാരിലും അദ്ദേഹം പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ഉള്ളിലും അതേ ഭഗവാൻ തന്നെ പ്രവർത്തിക്കും. ഈ പാലാഴിയെ മഥനം ചെയ്യാൻ അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ഉണ്ടാവും, അദ്ദേഹം പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ച് ഈ പാലാഴിയെ മഥനം ചെയ്തു തുടങ്ങിയാലോ അതിൽ നിന്ന് പല പല ദിവ്യ വസ്തുക്കളും ഉണ്ടാവാൻ തുടങ്ങും. ഇല്ലേ? പല പല ദിവ്യ വസ്തുക്കളും വരും. അങ്ങനെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് തപസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പല പല സിദ്ധികൾ നമുക്ക് ഉണ്ടാവാൻ തുടങ്ങും, ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. നമുക്ക് ഈ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിലൊന്നും വീണു പോകരുത്. ലക്ഷ്യം എന്തായിരിക്കണം? അമൃതത്തെ സ്വീകരിക്കലാവണം ലക്ഷ്യം. ഇല്ലേ? ജീവൻ മുക്തം എന്നുള്ളതാവണം നമ്മുടെ ലക്ഷ്യം. ദേവന്മാർ ഇതിനിടയ്ക്ക് ഉയർന്നു വന്ന ഓരോരോ ദിവ്യ വസ്തുക്കളിലും ഭ്രമിച്ചു പോയി. ഇല്ലേ? അവരിതിനിടയ്ക്ക് എന്തൊക്കെ ഉണ്ടായി? ഉച്ചൈശ്രവസം എന്നുള്ള കുതിരയുണ്ടായി, ഐരാവതം എന്നുള്ള ആനയുണ്ടായി, പാരിജാതം ഉണ്ടായി, കാമധേനു ഉണ്ടായി. ഇങ്ങനെ പല പല ദിവ്യ വസ്തുക്കളും ഉണ്ടാവുമ്പോൾ അതിലൊക്കെ ഭ്രമിച്ചു പോകാൻ നമുക്ക് തോന്നാം.
ഭ്രമിച്ചു പോവാതെ വീണ്ടും ലക്ഷ്യത്തിലേക്ക് തന്നെ ചെല്ലണം. അതിനും എന്ത് വേണം? അങ്ങനെ ഭ്രമിച്ചു പോവാതിരിക്കാനും ഭഗവാന്റെ അനുഗ്രഹമേ വഴി. വീണ്ടും അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് അമൃതം എന്ന ലക്ഷ്യത്തെ സാധിക്കാൻ പറ്റും. അത് കിട്ടിയാലും അനുഭവിക്കാൻ പറ്റണമെന്നില്ല. വീണ്ടും അത് അസുരന്മാര് കട്ടോണ്ട് പോയി ഇല്ലേ? അമൃതം കൈ കിട്ടിയാലും അനുഭവിക്കാൻ പറ്റണമെന്നില്ല. വീണ്ടും നമുക്കത് കിട്ടാനുള്ള യോഗം ഇല്ലാതെ വരും. അപ്പോഴും എന്ത് വേണം? അതേ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കും. അത് തന്നെയാണ് വീണ്ടും ഇത് ആസ്വദിക്കാനുള്ള പോംവഴി. അപ്പൊ ബ്രഹ്മാനുഭവം ഉണ്ടാവണമെങ്കിലും, അത് ആസ്വദിക്കണമെങ്കിലും, അത് അനുഭവിക്കണമെങ്കിലും, അതിനെ നിലനിർത്തണമെങ്കിലും ഇതിനൊക്കെ ഈശ്വര പ്രേമം തന്നെയുള്ളൂ വഴി എന്ന് ആവർത്തിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് ഈ ക്ഷീരമഥനം എന്ന ഈ കഥ നമ്മുടെ മുമ്പിൽ വിസ്തരിച്ചത്. ഇല്ലേ? എത്ര മഹാത്മ്യങ്ങൾ ഇതിൽ വർണ്ണിച്ചു. ഇതിൽ ഓരോ കഥയിലും ഭഗവാന്റെ മഹാത്മ്യങ്ങളാണ് ആവർത്തിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിലും നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, ഏതൊക്കെ തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതിനെയൊക്കെ മറികടന്ന് അമൃതത്വം, അമരത്വം എന്ന അവസ്ഥയിലേക്ക്, ജീവൻ മുക്തത്വം എന്ന അവസ്ഥയിലേക്ക്, ബ്രഹ്മാനുഭൂതി എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് ഒരേ ഒരു പോംവഴി. നമ്മളുടെ അറിവില്ലാതെ തന്നെ നമുക്ക് ചിലപ്പോൾ ദോഷങ്ങൾ ഉണ്ടാവാം. നമ്മളുടെ അറിവോടുകൂടി പാപങ്ങൾ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇതിനെ മാറ്റി നിർത്തി മനസ്സിനെ സംശുദ്ധമാക്കി ആ ഈശ്വര വിചാരം കൊണ്ട് ബ്രഹ്മപദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കഥയാണ് പാലാഴി മഥനം എന്ന ഈ കഥ, ക്ഷീരാബ്ധി മഥനം എന്ന ഈ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ കഥ ഇത്രയും സമയം കൊണ്ട് എന്നാൽ ആവുന്ന വിധം സംഗ്രഹിച്ച് പറയാൻ ശ്രമിച്ചു. എന്നെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ കൃതജ്ഞത അറിയിക്കട്ടെ. ഇത്ര നേരം എനിക്ക് ഈ വാക്കുകളൊക്കെ ഇടം പിയാതെ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടു തന്ന ഗുരുക്കന്മാരും ഭഗവാന്റെയും കാരുണ്യത്തിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വിഷയത്തെ ഉപസംഹരിക്കട്ടെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.